ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 4-ാം അധ്യായത്തിലാണ്. വസുദേവർ യശോദയുടെ ഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന യോഗമായാദേവിയെ കംസൻ വധിക്കാൻ ശ്രമിച്ചതും ആ മായാദേവി ആകാശത്തേക്ക് ഉയർന്നു നിന്നുകൊണ്ട് കംസന് കൊടുത്ത ഉപദേശങ്ങളും കണ്ടു. അതിനുശേഷം ആ ദേവിയുടെ ദർശനവും സ്പർശനവും കൊണ്ട് അല്പനേരത്തേക്കെങ്കിലും സൽബുദ്ധിയുണ്ടായ കംസന്റെ ആ ഒരു ഭാഷണം ദേവകി വസുദേവന്മാരെ കാരാഗൃഹം തുറന്നുവിട്ട് അവരെ സ്വതന്ത്രരാക്കിക്കൊണ്ട് അവരോട് അവരുടെ കാല് പിടിച്ച് വിനയാന്വിതനായി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ വിശദമായി കേട്ടു. കംസഗീത അല്ലേ, കംസൻ ഉപദേശിച്ച ഒരു ഗീത. പക്ഷേ ഭഗവത് ഭക്തി ഇല്ലാത്ത, ചിത്തശുദ്ധി വേണ്ടത്ര ഇല്ലാത്ത ആ ഒരു ദ്വേഷബുദ്ധി ഉള്ളിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ അറിവൊന്നും വേണ്ട പോലെ സ്വന്തം ജീവിതത്തിൽ ഉപകാരപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം ദുഷ്ടനായി മാറുന്നു ദുസ്സംഗം കൊണ്ട് എന്ന് കാണിക്കാനാണ് ഇനി തുടർന്നുള്ള ഭാഗം. നമ്മളിന്ന് രാവിലെ 26 വരെ അല്ല 28 വരെ വായിച്ചു. 28-ാം ശ്ലോകം വായിച്ചു. ഇനി 46 വരെയുള്ള 18 ശ്ലോകങ്ങൾ നമുക്ക് 4-ാം അധ്യായം മുഴുവനായിട്ട് തന്നെ വായിക്കാം. വായിച്ചിട്ട് പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 4ാധ്യായഃ. ശ്രീശുക ഉവാച. ബഹിരന്തഃ പുരദ്വാരഃ സർവാഃ പൂർവവദാവൃതാഃ. തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാഃ സമുത്ഥിതാഃ. തേ തു തൂർണമുപവ്രജ്യ ദേവക്യാ ഗർഭജന്മ തത് ആചക്യുർഭോജരാജായ യദുദ്വിഗ്നഃ പ്രതീക്ഷത്തെ. സ തൽപാത്തൂർണമുത്ഥായ കാലോയം ഇതി വിഹ്വലഃ. സൂതീ ഗൃഹമഗാത്തൂർണം പ്രസ്ഖലൻ മുക്തമൂർധജഃ. തമാഹ ഭ്രാതരം ദേവീ കൃപണാ കരുണം സതി. സ്നുഷേയം തവ കല്യാണ സ്ത്രിയം മാ ഹന്തുമർഹസി. ബഹവോ ഹിംസിതാ ഭ്രാതഃ ശിശവഃ പാവകോപമാഃ. ത്വയാ ദൈവ നിസൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം. നന്വഹം തേ ഹ്യവരജാദീനാ ഹതസുതാ പ്രഭോ. ദാതുമർഹസി മന്ദായാഃ അംഗേ മാം ചരമാം പ്രജാം. ശ്രീശുക ഉവാച. ഉപഗുഹ്യാത്മജാം ഏവം രുദത്യാദീനദീനവത്. യാജിതസ്താം വിനിർഭൽസ്യ ഹസ്താദാജിച്ഛിതേ ഖലഃ. താം ഗൃഹീത്വാ ചരണയോഃ ജാതമാത്രാം സ്വസുസുതാം. അപോദയച്ഛിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദഃ. സാ തദ്ഹസ്താത് സമുൽപത്യ സദ്യോ ദേവ്യംബരം ഗദാ. അദൃശ്യതാനുജാ വിഷ്ണോഃ സായുധാഷ്ടമഹാഭുജാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദിവ്യസ്രകംബരാലേപരത്നാഭരണഭൂഷിത. ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര.
സിദ്ധചാരണഗന്ധർവൈരപ്സര കിന്നരോരകൈഃ ഉപാഹൃതോരുബലിഭിഃ സ്തൂയമാനേദമബ്രവീത്. കിം മയാ ഹതയാ മന്ദ ജാതഃ ഖലു തവാന്തകൃത്ത യത്ര ക്വ വാ പൂർവശത്രുഃ മാഹിംസീഃ കൃപണാൻ വൃഥാ. ഇതി പ്രഭാഷ്യ തം ദേവീ മായാ ഭഗവതീ ഭുവി ബഹുനാമനികേതേഷു ബഹുനാമാ ബഭൂവഃ. തയാ വിഹിതമാകർണ്യ കംസഃ പരമവിസ്മിതഃ ദേവകീം വസുദേവം ച വിമുച്യ പ്രസൃതോ ബ്രവീത്. അഹോ ഭഗിന്യഹോ ഭാമ മയാ വാം വദ പദ്മനാ പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാഃ സുതാഃ. സത്വഹം ത്യക്തകാരുണ്യഃ ത്യക്തജ്ഞാതിസുഹൃദ്ഖലഃ കാൻ ലോകാൻ വൈ ഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ. ദൈവമപ്യനൃതം വക്തി ന മർത്യാ ഏവ കേവലം യദ്വിസ്രംഭാദഹം പാപഃ സ്വസുർ നിഹതവാൻ ശിശൂൻ. മാ ശോചതം മഹാഭാഗൗ ആത്മജാൻ സ്വകൃതം ഭുജഃ ജന്തവോ ന സദൈകത്ര ദൈവാധീനാസ്തദാസത്തെ. ഭുവി ഭൗമാനി ഭൂതാനി യദാ യാന്തി അപയാന്തി ച നായമാത്മാ തഥൈതേഷു വിപര്യേതി യഥൈവ ഭൂഃ. യഥാനേവം വിദോ ഭേദോ യത ആത്മവിപര്യയഃ ദേഹയോഗവിയോഗൗ ച സംസൃതിർ ന നിവർത്തത്തെ. തസ്മാത് ഭദ്രേ സ്വതനയാൻ മയാ വ്യാപാദിതാനപി മാനുഷോ ച യതഃ സർവഃ സ്വകൃതം വിന്ദതേ അവശഃ. യാവദ്ധതോസ്മി ഹന്താസ്മീത്യാത്മാനം മന്യതേ അസ്വദൃക് താവത്തദഭിമാന്യജ്ഞോ ബാധ്യപാതകതാം യാത്. ക്ഷമദ്വം മമ ദൗരാത്മ്യം സാധവോ ദീനവത്സലാഃ ഇത്യുക്ത്വാ ശ്രുമുഖപാദൗ സ്യാലഃ സ്വസ്രോരഥാഗ്രഹീത്. മോചയാമാസ നികടാത് വിസ്രബ്ധഃ കന്യകാഗിര ദേവകീം വസുദേവം ച ദർശയൻ ആത്മസൗഹൃദം. ഭ്രാതുഃ സമനുതപ്തസ്യ ക്ഷാന്ത്വാ രോഷം ച ദേവകീ വ്യസൃജത് വസുദേവശ്ച പ്രഹസ്യ തമുവാചഃ. ഏവമേതന്മഹാഭാഗ യഥാ വദസി ദേഹിനാം അജ്ഞാനപ്രഭവാഹം ധീഃ സ്വപരേതി വിദായതഃ. ശോകഹർഷഭയദ്വേഷലോഭമോഹമദാന്വിതാഃ മിഥോഗ്നന്ദം ന പശ്യന്തി ഭാവൈർഭാവം പൃഥഗ്ദൃശഃ. ശ്രീശുക ഉവാച കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാം അനുജ്ഞാതോ വിശദ്ഗൃഹം. തസ്യാം രാത്ര്യാം വ്യതീതായാം കംസ ആഹൂയ മന്ത്രിണഃ തേഭ്യാചഷ്ടതൽ സർവം യദുക്തം യോഗനിദ്രയാ. ആകർണ്യഭർത്തുർഗദിതം തമോചുർദേവശത്രവഃ ദേവാൻ പ്രതികൃതാമർഷാഃ ദൈതേയാ നാതികോവിദാഃ. ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു നിർദശാംശ്ച ഹനിഷ്യാമോദ്യ വൈ ശിശൂൻ. കിമുദ്യമൈ കരിഷ്യന്തി ദേവാ സമരഭീരവഃ നിത്യമുദ്വിഗ്നമനസോ ജ്യാഘോഷൈർധനുഷസ്തവ. അസ്യ തസ്തേ ശരവ്രാതൈഃ ഹന്യമാനാഃ സമന്തതഃ ജിജീവിഷവ ഉത്സൃജ്യ പലായനപരായയുഃ. കേചിത് പ്രാഞ്ജലയോ ദീനാ ന്യസ്തശസ്ത്രാദിവൗകസഃ മുക്തകച്ഛശിഖാ കേചിത് ഭീതാ സ്മൈതി വാദിനഃ. ന ത്വം വിസ്മൃതശസ്ത്രാസ്ത്രാൻ വിരധാൻ ഭയസംവൃതാൻ ഹംസ്യന്യാസക്ത വിമുഖാൻ ഭഗ്നചാപാനയുധ്യതഃ. കിം ക്ഷേമശൂരൈർ വിബുധൈഃ അസംയുഗവിഗത്തനൈഃ രഹോജുഷാ കിം ഹരിണാ ശംഭുനാ വാ വനൗകസ. കിമിന്ദ്രേണാൽപവീര്യേണ ബ്രഹ്മണാ വാ തപസ്യതാ തഥാപി ദേവാ സാപത്ന്യാത് നോപേക്ഷ്യ ഇതി മന്മഹേ. തതസ്തന്മൂലഗണനേ നിയുങ്ക്ഷാസ്മാൻ അനുവ്രതാൻ. യദാ മയോംഗേ സമുപേക്ഷിതോ നൃഭിർ
ന ശക്യതേ രൂഢപദശ്ചികിത്സിതും യതേന്ദ്രിയഗ്രാമ ഉപേക്ഷിതസ്തഥാ റിപുർമഹാൻ ബദ്ധബലോ ന ചാല്യത്തെ. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മഃ സനാതനഃ തസ്യ ച ബ്രഹ്മഗോ വിപ്രാ തപോ യജ്ഞാഃ സദക്ഷിണാഃ. തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്വിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോഹ വിർദുഗാഃ. വിപ്രാ ഗാവശ്ച വേദാശ്ച തപഃ സത്യം ദമഃ ശ്രദ്ധാ ദയാ തിതിക്ഷാ ച ക്രതവശ്ച ഹരേസ്തനൂഃ. സ ഹി സർവസുരാധ്യക്ഷോ ഹി അസുരദ്വിഗ്ഗുഹാശയഃ തന്മൂലാ ദേവതാ സർവാസേശ്വരാ സ ചതുർമുഖാഃ. അയം വൈ തദ്വതോപായോ യദൃഷീണാം വിഹിംസനം. ശ്രീശുക ഉവാച ഏവം ദുർമന്ത്രിഭിഃ കംസഃ സഹ സമ്മന്ത്ര്യ ദുർമതിഃ ബ്രഹ്മഹിംസാം ഹിതം മേനേ കാലപാശാവൃതോസുരഃ. സന്ദിശ്യ സാധുലോകസ്യ കഥനേ കഥനപ്രിയാൻ കാമരൂപധരാൻ ദിക്ഷു ദാനവാൻ ഗൃഹമാവിശത്. തേ വൈരജഃ പ്രകൃതയഃ തമസാ മൂഢചേതസഃ സതാം വിദ്വേഷമാചേരുഃ ആരാധാഗതമൃത്യവഃ. ആയുശ്രിയം യശോ ധർമ്മം ലോകാൻ ആശിഷയേവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ രാമ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാന ഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. നാരായണ. അപ്പോ യോഗമായാദേവിയുടെ ആ ഒരു ദർശനം കംസനെ അല്പനേരത്തേക്ക് ഒന്ന് സാത്വികനാക്കി മാറ്റി. സത്സംഗം കൊണ്ട് ഒരു ചെറിയൊരു പരിണാമം വന്നു. അങ്ങനെ തൻ്റെ സഹോദരിയെയും സഹോദരീ ഭർത്താവിനെയും തുറന്നുവിട്ട് മുക്തരാക്കി അവരോട് ക്ഷമാപണം ചെയ്യുന്നത് രാവിലെ നമ്മൾ വിസ്തരിച്ച് കണ്ടു. നല്ല ഉപദേശങ്ങളും കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലമാണ് ഭുജിക്കുന്നത്. ഞാനും ആ അശരീരിയെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പാപമെല്ലാം ചെയ്തത്. കുറ്റം എനിക്ക് മാത്രമുള്ളതല്ല. ദൈവമൊക്കെ അമൃതം ഭക്തി നമർത്യായേവ കേവലം. അപ്പോ എന്നോട് ക്ഷമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക. അതേ നിവൃത്തിയുള്ളൂ. പിന്നെ ഒരു പരമാർത്ഥം പറഞ്ഞാൽ ദേഹമാണ് നശിക്കുന്നത്, ആത്മാവിന് നാശമില്ല. ആത്മാ നിത്യമാണ്. എങ്ങനെയാണോ ഭൂമിയിൽ നിന്ന് ഭൗമങ്ങളായ വസ്തുക്കൾ ഉണ്ടായി നശിക്കുമ്പോഴും ഭൂമിക്ക് മാറ്റമൊന്നുമില്ലാത്തത്, അതുപോലെ അപ്പോ മക്കൾ എവിടെയും പോയിട്ടില്ല, അവർ നശിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ധൈര്യം തരട്ടെ, ദുഃഖമില്ലാതാക്കട്ടെ. കൊല്ലുന്നവൻ കൊല്ലപ്പെടുന്നവൻ എന്നൊക്കെയുള്ളത് സ്വരൂപത്തെ അറിയാത്ത മൂഢന്മാർ സ്വന്തം ദേഹത്തിൽ അഭിമാനിച്ചുകൊണ്ട് തോന്നുന്നതാണ്. അപ്പോഴാണ് ഈ സംസാരമെല്ലാം ഉണ്ടാവുന്നത്, ബാധ്യബാധകതയെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഇനി ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഈ ക്രൂരകൃത്യം ചെയ്തു, എന്റെ ദുഷ്ടത്തരത്തെ നിങ്ങൾ ക്ഷമിച്ചാലും നിങ്ങൾ ദീനവത്സലരല്ലേ, സാധുജനങ്ങളല്ലേ എന്ന് പറഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് രണ്ടുപേരുടെയും പാദങ്ങളിൽ വീണു.
സ്വസ്രോഹ പാദവും അധ അഗ്രഹീത. ആ സ്വസാവിന്റെയും ഭർത്താവിന്റെയും പാദങ്ങളെ വീണ് ഗ്രഹിച്ചു. അങ്ങനെ അവരെ മോചിപ്പിച്ചു, തന്റെ സൗഹൃദം പ്രകടിപ്പിച്ചു. ദേവകിയും വസുദേവരും രോഷമെല്ലാം ഉപേക്ഷിച്ചു, ഇദ്ദേഹത്തോട് ക്ഷമിച്ചു. അങ്ങനെ ദുഃഖിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് തന്നെ കാരുണ്യം തോന്നി. അങ്ങനെ ചിരിച്ചുകൊണ്ട് വസുദേവർ ഇപ്രകാരം പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഏവം ഏതത് മഹാഭാഗ യഥാ വദസി. അങ്ങ് എപ്രകാരം പറയുന്നു അത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ, അതാണ് പരമാർത്ഥം. അപ്പോ ദേഹികൾക്ക് അജ്ഞാനപ്രഭവാഹംതി സ്വപരേതി വിദ യഥ. എല്ലാ ദേഹികൾക്കും അജ്ഞാനപ്രഭവമായിട്ടുള്ള ദേഹത്തിലുള്ള അഹംബുദ്ധിയാണ് സ്വകീയം പരകീയം എന്നുള്ള ഭേദഭാവനയെ വളർത്തുന്നത്. അങ്ങനെ ദേഹത്തിൽ അഭിമാനിക്കുന്നവർക്കുണ്ടാകുന്ന ദോഷങ്ങളാണ് ശോകം, ഹർഷം, ഭയം, ദ്വേഷം, ലോഭം, മോഹം, മതം. ഇതോടുകൂടിയിട്ട് അവര് ഭേദഭാവനയോടുകൂടി പരസ്പരം കൊല്ലുകയും എല്ലാം ചെയ്യുന്നു. ഇല്ലാത്തതിനെ ഇല്ലാത്തതിനെ കൊല്ലുന്നു എന്ന് ഭാവിക്കുന്നു, ഉള്ളതിനെ നശിപ്പിക്കുന്നു എന്നൊക്കെ, സ്വയം നിത്യമായിരിക്കുന്ന വസ്തുവിനെ നശിപ്പിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പരസ്പരം ആശ്വസിപ്പിച്ച് രണ്ടു കൂട്ടരും അവരവരുടെ പാട്ടിന് പോയി എന്ന് പറഞ്ഞ കംസഹ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിത. ഇങ്ങനെ പ്രസാദിച്ചവരായ രണ്ടുപേരോടും നല്ല ഇങ്ങനെ സംസാരിച്ച് ദേവകീ വസുദേവാഭ്യം അനുജ്ഞാതോ അവിശദ്ഗൃഹം. ദേവകീ വസുദേവന്മാരാൽ അനുജ്ഞ നൽകപ്പെട്ടവനായി, എന്നുവെച്ചാൽ യാത്രാനുമതി ആശ്വസിപ്പിച്ച് യാത്രയാക്കി. അപ്പൊ അങ്ങനെ അനുജ്ഞ നൽകപ്പെട്ടവനായിട്ട് അദ്ദേഹം ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു, തന്റെ അന്തഃപുരത്തിലേക്ക് മടങ്ങിപ്പോയി. ഇനിയിപ്പോ രാത്രിയായതുകൊണ്ട് ശൂരസേനാദികള് വസുദേവനും ദേവകിയും അവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവാം. പിന്നീട് സ്വഗൃഹത്തിലേക്ക് പോകലുണ്ടാവുള്ളൂ, സ്വരാജധാനിയിലേക്ക് അല്ലെങ്കിൽ ശൂരസേനന്റെ ഗൃഹത്തിലേക്ക് പോക്കുണ്ടാവുള്ളൂ. എന്തായാലും പിന്നീട് കംസൻ ചെന്ന് ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ചിന്താമഗ്നനായി, അത്ഭുത പരതന്ത്രനായി, താൻ എന്തൊക്കെയാ ഈ കാണുന്നത്, കേൾക്കുന്നത്, താൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെയോ നേരം പുലർത്തി. നേരം പുലരും മുമ്പേ തന്റെ ആജ്ഞ പുറപ്പെടുവിച്ച് എല്ലാവരെയും വരുത്തിച്ചു. മന്ത്രിമാരൊക്കെ വന്നു. അതാണ് അവർ തമ്മിലുള്ള സംവാദമാണ് ഇനി തുടരുന്നത്. തസ്യാം രാത്ര്യാം വ്യതീതായാം കംസഃ ആഹൂയ മന്ത്രിണഃ തേഭ്യ ആചഷ്ടതൽ സർവം യദുക്തം യോഗനിദ്രയാ. തസ്യാം രാത്ര്യാം വ്യതീതായാം കംസ ആഹൂയ മന്ത്രിണഃ തേഭ്യ ആചഷ്ടതൽ സർവം യദുക്തം യോഗനിദ്രയാ. തസ്യാം രാത്ര്യാം വ്യതീതായാം സത്യാം. സതി സപ്തമി എന്ന് പറയുന്ന പ്രയോഗം. ആ രാത്രി വ്യതീതമായപ്പോൾ, വ്യതീതമാവുക അതീതമാവുക, കടന്നു പോവുക എന്നർത്ഥം. അപ്പൊ രാത്രി കഴിഞ്ഞു പോയപ്പോൾ കംസഃ, ആ കംസൻ, മന്ത്രിണഃ ആഹൂയ, തന്റെ മന്ത്രിമാരെയെല്ലാം ആഹ്വാനം ചെയ്തു വിളിച്ചുകൂട്ടി. എന്നിട്ട് യോഗനിദ്രയാ യദുക്തം, ആ യോഗനിദ്രാദേവി 8 കൈകളോടുകൂടി ആകാശത്ത് നിന്നുകൊണ്ട് കംസനെ നോക്കിക്കൊണ്ട് യദുക്തം, എന്താണോ പറഞ്ഞത്, തത് സർവം തേഭ്യഃ ആചഷ്ട. തത് സർവം, ആ ദേവി പറഞ്ഞത് മുഴുവൻ, തേഭ്യഃ, തേഭ്യഃ എന്നുള്ള മന്ത്രികളോട്, മന്ത്രിഭ്യഃ അവരോട് ആചഷ്ട. ആചഷ്ട എന്ന് പറഞ്ഞാൽ ആഖ്യാനം ചെയ്തു, പറഞ്ഞു എന്നർത്ഥം. ഉണ്ടായതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടായി കേട്ടോ. ഈ ഭടന്മാര് വന്ന് പറഞ്ഞു എന്നോട്, ദേവകി പ്രസവിച്ചു എന്നുള്ള വിവരം കേട്ട് ഞാൻ കണ്ണും മൂക്കും ഇല്ലാതെയൊക്കെ ഓടിച്ചെന്ന്, വഴിയിലൊക്കെ വീണുകൊണ്ടൊക്കെ ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോ പെൺകുട്ടിയാണ് ദേവകി. അതിനെയും മുറുക്കി പിടിച്ചോണ്ട് പലതും പറഞ്ഞ് എന്നോട് അഭ്യർത്ഥിച്ച് കരഞ്ഞു. പക്ഷേ ഞാൻ അതൊന്നും കേട്ടില്ല. ഞാൻ ആ കുട്ടിയുടെ കാലുകളെ പിടിച്ചു വലിച്ച് പാറപ്പുറത്തേക്ക് അടിച്ചു.
അപ്പോഴേക്കും ആ കുട്ടി ആകാശത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഊർന്നു പോയി. അവിടെ നിന്നുകൊണ്ട് ദിവ്യമായ രൂപം കാണിച്ച് അഷ്ടബാഹുവായി ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ദേവന്മാരൊക്കെ സ്തുതിക്കുന്നവളായിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് എന്നോട് ഇങ്ങനെയാ പറഞ്ഞു, കിം മയാ ഹഹയാ മന്ദ ജാതക്കലു തവാന്തകൃത്ത് എത്ര ക്വവാ പൂർവശത്രു മാ ഹിംസീഹി കൃപണാൻ വൃഥ എന്നുള്ള ആ വാക്കിന്റെ ആശയത്തെ, ദേവിയുടെ വാക്കുകളെ അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. ഇതാണ് ദേവി പറഞ്ഞത് എന്ന്. അങ്ങനെ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ മന്ത്രിമാരോട് പറഞ്ഞു. ആ മന്ത്രിമാരെന്താ പറയുന്നത്? അവര് തിരിച്ച് കംസനോട് പറയുന്ന വാക്കുകൾ: ആകർണ്യഭർത്തുർഗതിദം തമോചുർദേവശത്രവഃ ദേവാൻ പ്രതികൃതാമർഷാഃ ദൈതേയാനാതികോവിദാഃ. ആകർണ്യഭർത്തുർഗതിദം തം ഊചുർദേവശത്രവഃ ദേവാൻ പ്രതികൃതാമർഷാഃ ദൈതേയാനാതികോവിദാഃ. അപ്പോ ഭർത്തുഹു ഗതിതം ആകർണ്യ, ഭർത്തുഹു എന്ന് പറഞ്ഞ ഭർത്താവിന്റെ, ഇവിടെ ആരാ? ഭർത്താവ് സ്വാമി, അവരുടെ യജമാനൻ, അവരെ ഭരിക്കുന്നവൻ. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അവരുടെയൊക്കെ നേതാവായ സ്വാമിയായ കംസന്റെ ഗതിതം ആകർണ്യ, ഗതിതം ഗതനം ചെയ്യപ്പെട്ടത്, പറയപ്പെട്ടത്, അത് ആകർണ്യ നല്ലതുപോലെ കേട്ടു. അവര് ജാഗ്രതയോടെ കേട്ടു. കാരണം അവർക്കും ആപത്ത് വരാനിരിക്കുകയാണ്. അവരുടെ യജമാനന് ആപത്ത് പറ്റിയാൽ അവർക്കും ആപത്താണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിലൊക്കെ നല്ല ശുഷ്കാന്തി ഉണ്ടാവും. നല്ലോണം കേട്ടു. എന്നിട്ട് തം ഊജുഹു ദേവശത്രവഃ, ദേവശത്രവഃ ദേവന്മാരുടെ ശത്രുക്കളാണ്, അസുരന്മാരാണ് അവര്. അപ്പോ സ്വാഭാവികമായിട്ടും അസുരന്മാരാണ്, ദേവശത്രുക്കളാണ് അവര്. തം ഊജു, തം കംസം ഊജു, ആ കംസനോട് ഇങ്ങനെ പറഞ്ഞു. അവരെക്കുറിച്ച് ഒന്നുകൂടെ വിശേഷിപ്പിക്കണം. ദേവാൻ പ്രതി കൃതാമർഷാഹ ദൈതേയ നാതികോവിദാഹ. എങ്ങനെയുള്ളവരാണ്? ദേവാൻ പ്രതി കൃതാമർഷാഹ, അവരുടെ ഉള്ളില് അല്ലെങ്കിൽ തന്നെ ജന്മനാ ഉള്ളതായിട്ടുള്ള ദേവാൻ പ്രതി, ദേവന്മാരുടെ നേർക്ക് കൃതാമർഷന്മാരാണ്. അമർഷം, ഉള്ളില് വൈരാഗ്യം കൊണ്ടു നടക്കുന്നവരാണ്. ദേവന്മാരെ ഒരിക്കലും അവർക്ക് സഹിക്കാനാവില്ല. ദേവന്മാരുടെ അഭിവൃദ്ധി അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. അപ്പോൾ എപ്പോഴും ദേവന്മാരെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വിദ്വേഷം കൊണ്ട് നടക്കുന്നവർ നൈസർഗികമായി കൃതാമർഷന്മാരാണ്. ദേവാൻ പ്രതി കൃതാമർഷാഹ ദൈത്യേയാഹ, ദൈത്യന്മാരാണ് അവര്. ആ ദിതിപുത്രന്മാരുടെ അംശങ്ങളാണ്. ന അതികോവിദാഹ, അതികോവിദാഹ എന്ന് വെച്ചാൽ അവര് ചിന്തിക്കാനുള്ള സാമർഥ്യമൊന്നുമില്ല. വിവേകപൂർവം കാര്യങ്ങൾ ചിന്തിച്ച് പറയാനുള്ള നല്ല ഉത്തമ മന്ത്രിമാരൊന്നും അല്ല. പിന്നെയോ രാജാവിനെ ഇങ്ങനെ പുകഴ്ത്തി, രാജാവിനെ സുഖിപ്പിച്ചുകൊണ്ട്, അദ്ദേഹം തരുന്ന നക്കാപ്പിച്ചകളും വാങ്ങിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയ വാസങ്ങളും ചെയ്തുകൊണ്ട്, ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പൊ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അതാണ് ന അതികോവിദാഹ. കോവിദന്മാരാണെങ്കിൽ ഇത്തിരി ക്ഷമയോടെ അകാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള വഴിയാണ് നോക്കുക. ഇതിപ്പോ ആപത്ത് വേഗം വരാനുള്ള വഴികളാണ് നോക്കുന്നത്. ഇവർ കൂടുതൽ ദുഷ്ടത്തരം കാണിക്കുന്തോറും അത് ഭഗവാനെ പ്രകോപിപ്പിക്കലാവും, ഭഗവാൻ വേഗം വരുമെന്ന് ചിന്തിക്കാനുള്ള ശേഷി അവർക്കില്ല. അപ്പോ കൂടുതൽ പാപം ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ പാപം ചെയ്യുന്തോറും അവരുടെ മരണം അടുത്തടുത്തേക്ക് വരും. അകാല മൃത്യു കൂടുതൽ അല്ലെ അടുത്തേക്ക് വരികയാണ് ചെയ്യുക. എത്രത്തോളം പാപം ചെയ്യുന്നോ അവൻ വേഗം മൃത്യുവിന് ഇരയായിത്തീരും. അപ്പൊ എന്തായാലും വേണ്ടതൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തവർ എന്ന് സൂചിപ്പിക്കാനാണ് ന അതികോവിദാഹ. സാമർഥ്യമുള്ളവരൊന്നും അല്ല, മിടുക്കന്മാരൊന്നും അല്ല, മന്ദബുദ്ധികൾ തന്നെയാണ്. അവര് ഉടനെ വട്ടത്തിൽ കൂടിയിട്ട് ആലോചിച്ചു. ഉടനെ പറയണ ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു അനിർദശാൻ നിർദശാംശ്ച ഹനിഷ്യാമോദ്യ വൈ ശിശൂൻ. ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു അനിർദശാൻ നിർദശാംശ്ച ഹനിഷ്യാമോദ്യ വൈ ശിശൂൻ. ഹേ ഭോജേന്ദ്ര, ഭോജരാജാവേ, കംസനെ സംബോധന ചെയ്യുന്നതാണ്. ഭോജകുലങ്ങളുടെ മുഴുവൻ അധിപതിയായിരിക്കുന്നവനെ, ഏവം ചെയ്ത് എന്ന് പറഞ്ഞാൽ രാജാവ് പറഞ്ഞ പോലെയാണെങ്കിൽ, അങ്ങ് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ, എന്താ പറഞ്ഞത്? ആ ദേവി പറഞ്ഞത്
നിന്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാന വിഷയം. ഇവരെ സംബന്ധിച്ച് അത് മാത്രമാണ് പ്രാധാന്യം. ബാക്കി മാ ഹിംസി കൃപണാൻകൃത അതൊന്നും വിഷയമല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കോവിദന്മാരല്ല. അപ്പൊ ആകെ കൂടി അവർക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരൊറ്റ വർത്തമാനാണ് അതിലുള്ളത്. ഹൈലൈറ്റ് ചെയ്യുന്നത് അവര് അന്നത്തെ BBC-യിലെ പത്രങ്ങളിലേക്ക് തലക്കെട്ട് ഇതാണ്. അല്ലെ, കംസന്റെ കാലത്ത് വല്ല പത്രങ്ങളോ മാധ്യമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തലക്കെട്ട് ഇങ്ങനെയാ വരിക: കംസന്റെ അന്തകൻ ജനിച്ചിരിക്കുന്നു. ബാക്കി നല്ലതൊന്നും വരില്ല. ദേവി പൊങ്ങി വന്നതോ, മാഹിംസി കൃപണാൻമൃത എന്ന് പറഞ്ഞതോ, മയാഹതയാഖിം എന്ന് പറഞ്ഞതോ ഒന്നുമില്ല. അതിനൊന്നും വിഷയമില്ല. എന്ത് സംഭവിച്ചത് ന്യൂസല്ല. ഇതാണ് പ്രധാന ന്യൂസ്. അസുരന്മാരുടെ ഭാവമാണത്. നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ ഈ അസുര സ്വഭാവമാണ്. അവർ വേണ്ടാത്തതൊക്കെ എടുക്കുള്ളൂ. വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് മനുഷ്യരുടെ മനസ്സിനെ കലുഷിതമാക്കുക, അവരെ എപ്പോഴും അജിറ്റേറ്റഡ് ആക്കി വെക്കുക, ആങ്ഷ്യസ് ആക്കി നിർത്തുക, എല്ലാവരുടെയും ശാന്തി സമാധാനവും കളയുക. അപ്പോഴേ അവർക്ക് പിന്നെയും കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ ഈ ന്യൂസൊക്കെ. അല്ലാതെ എല്ലാം ശാന്തമായിട്ടുള്ള ന്യൂസാണെങ്കിൽ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാവും. ഇതങ്ങനെയല്ല. ചുറ്റുപാട് നടക്കുന്നതായിട്ടുള്ള കൊള്ളരുതായ്മകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും അജിറ്റേറ്റഡ് ആവും, കൂടുതൽ ജിജ്ഞാസുക്കളാവും. ഇനിയിപ്പോ എന്താ വരാൻ പോണം. ഓരോരോ സംഭവങ്ങളിലും നമുക്ക് ആങ്സൈറ്റി കൂടി വരും. അതാണ് അവരുടെയൊക്കെ ഉദ്ദേശം, ആങ്സൈറ്റി കൂട്ടണം. അപ്പൊ അതുപോലെ ഇവിടെ ഈ അസുരന്മാർക്ക് കേട്ടതെന്താണ്? ജാതക്കലു തവാന്തകൃത്ത് എത്രക്കൊവാ പൂർവശത്രു. നിന്റെ അന്ധകൃത്ത് എവിടെയോ ജനിച്ചിട്ടുണ്ട്, നിന്റെ പൂർവശത്രു. ഇത്ര മാത്രമേ അവർക്ക് വിഷയമുള്ളൂ. അതാണ് ഏവം ചെയ്ത്. അങ്ങനെയാണെങ്കിൽ, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ, തർഹി അപ്പോൾ ഹേ ഭോജേന്ദ്ര, നമുക്ക് എന്ത് ചെയ്യാം? അതിനുള്ള പ്രതിവിധി ഞങ്ങൾ പറഞ്ഞുതരാം. ബുദ്ധിമാന്മാരായിട്ടുള്ളവര് പുര ഗ്രാമ വ്രജാദിഷു നിർദ്ദശാംശ്ച ഹനിഷ്യാമോ അദ്യവൈ ശിശൂൻ. നമുക്ക് എല്ലായിടത്തും പോകാം. അടച്ച് ചുറ്റുപാടുള്ള ദേശങ്ങളിലേക്കൊക്കെ പോകാം. അവിടെയുള്ള പുരങ്ങളിലെല്ലാം, എല്ലാ പട്ടണങ്ങളിലും പോകാം, ഗ്രാമങ്ങളിലൊക്കെ പോകാം, വ്രജങ്ങൾ ഗോകുലങ്ങളിലേക്കൊക്കെ പോകാം. ഇനി ആകരങ്ങളിലും ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെയും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും പോകാം, വനങ്ങളിലും പോകാം. എവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ മനുഷ്യരെ പോലെയുള്ളവര് ജീവിക്കുന്നുണ്ടെങ്കിൽ, അവിടെ കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഹനിഷ്യാമോ അദ്യവൈ ഇപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ശിശൂൻ ഹനിഷ്യാമഹ, ശിശുക്കളെ നമുക്ക് കൊല്ലാം. വയം ഹനിഷ്യാമ, നമുക്ക് കൊല്ലാം. എങ്ങനെയുള്ളവരെ? ഒരു കൂട്ടർ പറഞ്ഞു അനിർദ്ദശാൻ. അനിർദ്ദശാൻ എന്ന് പറഞ്ഞാല് 10 ദിവസം കഴിയാത്തവർ എന്നാണ് അർത്ഥം. 10 ദിവസം നിർഗതമാകാത്തവർ. നിർഗതദശാൻ നിർദ്ദശാൻ. 10 ദിവസാൻ നിർഗതാൻ നിർദ്ദശാൻ. അത് നിർഗതരല്ലാത്തവര് അനിർദ്ദശാൻ. അപ്പൊ 10 ദിവസത്തിന്റെ ഇപ്പുറം ജനിച്ചവരെയൊക്കെ കൊന്നുകളയാം എന്ന് ഒരു കൂട്ടരെ മൂടന്മാര് പറഞ്ഞു. കാരണം ദേവി പറഞ്ഞത് നിന്റെ ശത്രു എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോ ചിലര് ഇപ്പൊ തന്നെ ഈ അടുത്ത കാലത്തായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക എന്ന് ധരിച്ചു. എപ്പോ വേണമെങ്കിൽ ജനിക്കാം, എവിടെ വേണമെങ്കിൽ ജനിക്കാം. എന്നാലും ഒരു കൂട്ടർ പറഞ്ഞു അല്ല, നമുക്ക് 10 ദിവസത്തിന്റെ ഉള്ളിൽ ജനിച്ച കുട്ടികളെയൊക്കെ കൊന്നുകളയാം. കാരണം ഇപ്പോഴല്ലേ ന്യൂസ് കിട്ടിയുള്ളൂ. അപ്പൊ ഇപ്പൊ ജനിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചു ദിവസം മുമ്പേ കിട്ടേണ്ടതായിരുന്നല്ലോ വിവരം, അല്ലെ? അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ ചിലർ പറഞ്ഞു അനിർദ്ദശാൻ ഹനിഷ്യാമ, അനിർദ്ദശാൻ ശിശൂൻ ഹനിഷ്യാമ, 10 ദിവസം തികയാത്ത കുട്ടികളെയൊക്കെ കൊല്ലാന്ന്. അപ്പോഴേക്കും വേറെ കുറച്ചുകൂടി ബുദ്ധി കൂടിയ ആൾക്കാർ പറഞ്ഞു അതുപോരാ, എപ്പ ജനിച്ചു എന്ന് ആര് കണ്ടു? അതുകൊണ്ട് നിർദ്ദശാൻ നിർഗതദശാൻ, 10 ദിവസം കഴിഞ്ഞവരെയും നമുക്ക് കൊല്ലാം. അതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കുട്ടികളെ അടച്ചു കൊല്ലുക തന്നെ. അടുത്ത കാലത്ത് ജനിച്ച കുട്ടികൾ ഏതൊക്കെ ഉണ്ടോ, അതിപ്പോ 6 മാസമായാലും 1 വർഷമായാലും ഒന്നും നോക്കണ്ട, തട്ടിക്കൊള്ളണം. ഇന്ന് തന്നെ എന്താണ് അദ്യവൈ ശിശൂൻ ഹനിഷ്യാമഹ. അപ്പൊ എന്താ ഇവരുടെ നാദി കോവിത എന്ന് പറഞ്ഞത് ഉറപ്പിക്കുകയാണ്. എന്താ? കൊച്ചുകുട്ടികളെ കൊല്ലുന്നത് വലിയ പാപകർമ്മമാണ്, ക്രൂരകർമ്മമാണ്. അപ്പൊ അവരുടെ മൃത്യു വേഗം വരും. വലിയ പാപം ചെയ്യുന്നവർക്ക് വേഗം അകാല മൃത്യു വരും.
ദുഷ്ടന്മാർക്ക് എല്ലാവരുടെയും ശാപം കൊണ്ട്, ആ ശിശുക്കളുടെ ശാപം കൊണ്ട് ഒക്കെ മരണം വേഗം തെരഞ്ഞു വരും. ഭഗവാനും പ്രകോപിതനാവും, വേഗം വന്ന് കൊല്ലാൻ വരും. പക്ഷെ ചിന്തിക്കാൻ കഴിവില്ല. നമുക്ക് ശമം പാലിക്കാം, ശാന്തി പാലിക്കാം, ജാഗ്രതയോടുകൂടി ഇരിക്കാം. അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രതിരോധം സൃഷ്ടിക്കാം. അല്ലാതെ നമ്മൾ പോയിട്ട് തെരഞ്ഞു പിടിച്ച് ആരെയെന്ന് പറഞ്ഞിട്ടാ കൊല്ലുക എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അങ്ങനെ ഇത്തിരി ക്ഷമയോടുകൂടി ഇരുന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കാലം സുഖമായി കഴിയാമായിരുന്നു. എല്ലാം വിധിയല്ലേ, അല്ലേ? എല്ലാം ഈശ്വര നിശ്ചയമല്ലേ? ഭഗവാന് ഭൂമിയിൽ ഇന്ന ലീലകൾ ഇത്ര കാലം ഭഗവാൻ നിശ്ചയിച്ചിട്ടാ വന്നിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ തോന്നൂ. എന്തായാലും ഇങ്ങനെ ബുദ്ധിമാന്മാരെ പോലെയുള്ള, എന്നാൽ ബുദ്ധി ഒട്ടുമില്ലാത്ത ഈ അസുരന്മാര്, പ്രലംബ, ബക, ചാണൂരാദികളൊക്കെ കംസനോട് പറഞ്ഞു, ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു അനിർദശാൻ നിർദശാംശ്ച ഹനിഷ്യാമോദ്യ വൈശിശൂൻ കിമുദ്യമൈ കരിഷ്യന്തി ദേവാ സമരഭീരവഃ നിത്യമുദ്വിഗ്നമനസോ ജ്യാഘോഷൈർധനുഷസ്തവ. അപ്പൊ ഇനി അതിനെ ന്യായീകരിക്കണം. നമ്മൾ ബാലവധത്തില് ഉദ്യമിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ ശത്രുക്കളായി എല്ലാരും കൂടി നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കില്ലേ? യുദ്ധത്തിന് വരില്ലേ? അല്ലെങ്കിൽ ദേവന്മാരാക്രമിക്കാൻ വരില്ലേ? വിഷ്ണു ആക്രമിക്കാൻ വരില്ലേ? എന്നൊക്കെ ആണെങ്കിൽ ദേവന്മാരൊന്നും ആക്രമിക്കാൻ വരില്ല. കാരണം അവർക്കൊക്കെ അങ്ങേ പേടിയാണ് എന്ന് ഈ കംസന്റെ കൈക്കരുത്തിനെ പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീര്യത്തെ, പരാക്രമത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ തോന്നിയവാസം ചെയ്യാനുള്ള ധൈര്യം കൊടുക്കുന്നു. ഈ കൊള്ളരുതായ്മ ചെയ്യാൻ ധൈര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാവണന്റെ മന്ത്രിമാരൊക്കെ കൂടിയിട്ട് മൂപ്പിച്ചില്ലേ നല്ലോണം. ഹനുമാൻ സ്വാമി വന്ന് ലങ്ക മുഴുവൻ ദഹിപ്പിച്ചിട്ട് പോയിട്ടും പഠിച്ചില്ല അവര്. പിന്നെയും അവർ വട്ടം കൂടി ഇരുന്നുകൊണ്ട് പറഞ്ഞതാ, അങ്ങ് ഞങ്ങളിൽ ഒരാളെ ആജ്ഞാപിച്ചയക്കൂ, ഈ മനുഷ്യന്മാരെയും ഈ കുരങ്ങന്മാരെയൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം, അങ്ങടെ മുമ്പിൽ നിൽക്കാനൊന്നും ഇവരൊന്നുമില്ല എന്നൊക്കെ പുകഴ്ത്തി രാവണനെ കുറിച്ച് പറഞ്ഞും ആത്മപ്രശംസ ചെയ്തും എങ്ങനെയാണോ രാവണനെ കൊണ്ടുപോയി കുഴിയിൽ ചാടിച്ചത്, രാവണന്റെ നാശത്തിലേക്ക് എത്തിച്ചത്, അതുപോലെയുള്ള മന്ത്രിമാരാണ് ഇവരും. അതുകൊണ്ട് നല്ലോണം കംസനെ പുകഴ്ത്തുകയാണ്. അപ്പൊ കംസൻ വിജൃംഭിതനായി, എന്റെ അടുത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി കളയാന്ന്. അങ്ങനെയാണ് പറയുന്നത്. കിം ഉദ്യമൈ കരിഷ്യന്തി ദേവാഹ സമരഭീരവഃ. പൊതുവെ ദേവന്മാര് യുദ്ധം ചെയ്യുന്നതില് വിമുഖതയുള്ളവരാണ്. അത് അവരുടെ സത്വഗുണം കൊണ്ടാണ്. അതിപ്പോ ഈ ലോകത്തില് സാത്വികന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. വെറുതെ അനാവശ്യമായിട്ട് ശണ്ടയുണ്ടാക്കാനൊന്നും പോവില്ല. ആരെങ്കിലും പ്രകോപിപ്പിച്ച് വന്നാൽ പോലും ശാന്തിയെ ഭജിക്കുന്നവരാണ് സജ്ജനങ്ങള്. അതിനെ എന്തായിട്ട് കണക്കാക്കും? ഭീരുത്വമായിട്ട് കണക്കാക്കും പൊട്ടന്മാര്. ഒരു അനാവശ്യമായിട്ടൊരു കലഹം ഉണ്ടാക്കണ്ട, കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കണ്ട, നാണക്കേട് ഉണ്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ച് സജ്ജനങ്ങള് ദുഷ്ടജനങ്ങളിൽ നിന്ന് അവർ പ്രകോപിപ്പിച്ചാലും മാറി നിൽക്കുമ്പോൾ ഭീരുക്കളാണെന്ന് കരുതും. അപ്പോ ദേവന്മാര് യുദ്ധത്തിൽ വൈമുഖ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഇവർ വിലയിട്ട് വെച്ചിരിക്കുന്നത് സമരഭീരവഃ, യുദ്ധം ചെയ്യാൻ പേടിത്തൂറികളാണ്, അല്ലെ നമ്മുടെ ഭാഷയില്. അപ്പൊ വളരെ ഭീരുക്കളാണ് അവര്. അപ്പൊ ദേവാഹ സമരഭീരവഃ, അവര് ഉദ്യമൈഹി കിം കരിഷ്യന്തി, അവരുടെ ഉദ്യമങ്ങൾ കൊണ്ട്, അവരുടെ ഉത്സാഹം കൊണ്ട്, പ്രയത്നം കൊണ്ട് എന്തു ചെയ്യാനാണ്? അങ്ങയുടെ നേരെ അവർക്കൊരു വിരലനക്കാനുള്ള ശക്തിയൊന്നുമില്ല എന്നർത്ഥം. കിം കരിഷ്യന്തി തവ ധനുഷഃ ജ്യാഘോഷൈഹി നിത്യമുദ്വിഗ്ന മനസഃ. തവ ധനുഷഃ ജ്യാഘോഷൈഹി, അങ്ങയുടെ ധനുസിന്റെ വില്ലിന്റെ ജ്യാഘോഷം, ഞാണൊലി. അങ്ങൊന്ന് വില്ല് കൊലച്ചാ ഞാനൊന്ന് വലിച്ച് അതിന്റെ ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ ആ ഡങ്കാരം കേട്ടിട്ട് നിത്യമുദ്വിഗ്ന മനസാഹ, എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സോടു കൂടിയവരാണ്. അപ്പൊ ദേവന്മാര് അങ്ങയുടെ വില്ലിന്റെ ഞാണൊലി കേട്ടാൽ മതി ദൂരേക്ക് പാഞ്ഞു പോകാൻ. പിന്നെ അവരെന്ത് ചെയ്യാനാ അങ്ങേ എന്ന് ഇങ്ങനെ വീരവാദം മുഴക്കി അദ്ദേഹത്തെ പൊക്കുകയാണ്. അയാൾക്ക് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാനുള്ള ധൈര്യം കൊടുക്കുകയാണ്. അങ്ങയുടെ മുകളില് അങ്ങയെ ചോദിക്കാനും പറയാനൊന്നും ആരില്ല, ഒരു ഈശ്വരനുമില്ല.
അസ്യതസ്തേ ശരവ്രാതൈഃ ഹന്യമാനാ സമന്തതഃ ജിജീവിഷവ ഉത്സൃജ്യ പലായനപരായയുഃ. അസ്യതസ്തേ ശരവ്രാതൈഃ ഹന്യമാനാ സമന്തതഃ ജിജീവിഷവ ഉത്സൃജ്യ പലായനപരായയുഃ. അസ്യതഃ തേ എന്ന് പറഞ്ഞാൽ അസിക്കുക എന്ന് പറഞ്ഞാൽ എറിയുക, വിക്ഷേപിക്കുക. അതുകൊണ്ടാണ് അസ്ത്രം. അസിക്കപ്പെടുന്നതാണ് അസ്ത്രം. അപ്പോ അസ്യതഃ അസ്ത്രം തൊടുക്കുന്നവനായ, വിക്ഷേപിക്കുന്നവനായിട്ടുള്ള അങ്ങയുടെ ശരവ്രാതൈഃ സമന്തതഃ ഹന്യമാനാഹ. ശരവ്രാതം, ശരസമൂഹം, അങ്ങിങ്ങനെ അസ്ത്രജാലം തൊടുത്ത് ഈ ദേവന്മാരുടെ നേരെയൊക്കെ പ്രയോഗിക്കുമ്പോൾ ആ എല്ലാ ഭാഗത്തും സമന്തതഃ, 4 ഭാഗത്തും ഹന്യമാനാഹ, ഹനിക്കപ്പെടുന്നവരായിട്ട്, കൊല്ലപ്പെടുന്നവരായി, ആക്രമിക്കപ്പെടുന്നവരായിട്ടും എല്ലാം ജിജീവിഷവഃ ഉത്സൃജ്യ പലായനപരാഹ യയുഃ. ജിജീവിഷവഃ എന്ന് പറഞ്ഞാലോ ജീവിതം ഇച്ചു ജിജീവിഷു, അതിന്റെ ബഹുവചനം ജിജീവിഷവ. ജീവിക്കാൻ കൊതിയുള്ളവർ, ജീവനിൽ കൊതിയുള്ളവർ. ഇപ്പോ അങ്ങയുടെ അസ്ത്രങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലാതെ മരണപ്പെടുമെന്നുള്ള പേടി കൊണ്ട് ഭീരുക്കളായിട്ട് ജീവനിൽ കൊതി കൊണ്ട് അവർ പലായനപരാഹ, ഓടുന്നതിലായിരിക്കും അവർക്ക് താല്പര്യം. എപ്പ ഓടിയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ പലായനപരന്മാരായി എല്ലാം ഉത്സൃജ്യ, അവരുടെ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് യയുഹു, മുമ്പും യാനം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ മുമ്പില്. യയുഹു എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പഴയ കഥയൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് മുമ്പ് ഇവരുടെ നേരെയൊക്കെ അസ്ത്രങ്ങൾ പ്രയോഗിച്ച സമയത്ത് എല്ലാം അമ്പും കൊണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ അവരുടെ ആയുധങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവനം കൊണ്ട് ഓടിയത് ഓർമ്മയില്ലേ? ഇനിയിപ്പോ അവർ അങ്ങയുടെ അടുത്തേക്ക് വരാൻ ധൈര്യം കാണിക്കുവോ? അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കൂ. കേചിത് പ്രാഞ്ജലയോ ദീനാന്യസ്തശസ്ത്രാദിവൗകസഃ മുക്ത കച്ഛശിഖാ കേചിത് ഭീതാസ്മൈ ദിവാദിനഃ. കേചിത് പ്രാഞ്ജലയോ ദീനാഃ ന്യസ്തശസ്ത്രാദിവൗകസഃ മുക്ത കച്ഛശിഖാ കേചിത് ഭീതാസ്മൈ ദിവാദിനഃ. അപ്പോ കേചിത് പ്രാഞ്ജലയഃ ദീനാഃ, അങ്ങയുടെ മുമ്പിൽ കൈകൂപ്പി കരുണയോടെ നിന്നു, ദീനന്മാരായി നിന്നു. ഞങ്ങളെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് അഞ്ജലി കൂപ്പിക്കൊണ്ട് നിന്നവരുണ്ട് കുറച്ചു പേര്. ന്യസ്തശസ്ത്രാഹ ദിവൗകസഃ, ദിവൗകസഃ ദേവലോകവാസികൾ, ദേവന്മാർ. അവർ ന്യസ്തശസ്ത്രാഹ, ആയുധമെല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി അഞ്ജലി കൂപ്പിക്കൊണ്ട് നിന്നവരാണ്. കേചിത് ഭീതാഹ മുക്ത കച്ഛശിഖാഹ, ചിലര് ഭയപ്പെട്ട് ഓടുന്ന ഓട്ടത്തിൽ അവരുടെ തലമുടിയൊക്കെ അഴിഞ്ഞ്, കച്ചം ശിഖകൾ എന്ന് പറഞ്ഞാൽ തലമുടിയും അതിന് മുകളിലുള്ള കെട്ടും എല്ലാം കുടുമയൊക്കെ അഴിഞ്ഞ് ഓടുന്നവരായിരുന്നു പലായനം ചെയ്യുമ്പോൾ. ഭീതന്മാരായിട്ട് അവര് തന്നെ സ്വയം പറയണ്ടായിരുന്നു, ഭീതാസ്മ, ഭയം ഭീതാസ്മ, ഞങ്ങള് ഭയപ്പെട്ടിരിക്കുന്നു, ഇതി വാദിന, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങള് പേടിച്ചോടുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഭീരുക്കളെ ഉപദ്രവിക്കരുതേ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിയത് ഓർമ്മയുണ്ടോ എന്ന് കംസനെ പഴയ അദ്ദേഹത്തിന്റെ വീര പരാക്രമങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ കൈതൊഴുതുകൊണ്ടും ഭയപ്പെട്ട് ഓടുന്നവരായി നിലവിളിച്ചുകൊണ്ടും ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്നൊക്കെ അപേക്ഷിച്ച ദീനന്മാരായിട്ടുള്ള അവസ്ഥയാണ് അവർക്ക്. നത്വം വിസ്മൃത ശസ്ത്രാസ്ത്രാൻ വിരധാൻ ഭയസംവൃതാൻ ഹംസി അന്യാസക്ത വിമുഖാൻ ഭഗ്നചാപാൻ അയുധ്യതഃ. നത്വം വിസ്മൃത ശസ്ത്രാസ്ത്രാൻ വിരധാൻ ഭയസംവൃതാൻ ഹംസി അന്യാസക്ത വിമുഖാൻ ഭഗ്നചാപാൻ അയുധ്യതാം. അപ്പോ വിസ്മൃത ശസ്ത്രാസ്ത്ര, ഈ ദേവന്മാർ അങ്ങയുടെ നേരെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർക്ക് ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കാൻ തന്നെ മറന്നുപോയി. ചില ദിവ്യാസ്ത്ര മന്ത്രങ്ങളൊക്കെ ഓർമ്മിച്ചാലേ വരുള്ളൂ. അത് ഭയപ്പെട്ട് കഴിയുമ്പോൾ മന്ത്രമൊക്കെ പോകും അല്ലേ? അപ്പൊ അങ്ങനെ വിസ്മരിക്കപ്പെട്ട ശസ്ത്രങ്ങളും അസ്ത്രങ്ങളോടും കൂടി ആയുധങ്ങളൊക്കെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് പോലും ഭയം കൊണ്ട് അറിയാത്തവരായിട്ട്, വിരധാൻ, രഥം നഷ്ടപ്പെട്ടവരായിട്ട്, രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നവരായിട്ട്,
ഭയസമൃദ്ധാൻ ഭയപ്പെട്ടവരായിട്ട്, അന്യാസക്ത വിമുഖാൻ മറ്റ് അന്യന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ കൂടിക്കൊണ്ട് വിമുഖന്മാരായിട്ടെന്ന് വെച്ചാൽ പിന്തിരിഞ്ഞോടുന്നവരായിട്ട്, വേറെ പലരോടും അഭയം ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും പുറകെ ഓടുന്നവരായിട്ട്, വിമുഖന്മാരായിട്ട് ഓടുന്നവരെ അങ്ങെന്ത് ചെയ്യുന്നില്ല? ഭഗ്നചാപാൻ, അവരുടെ ചാപങ്ങളൊക്കെ വില്ലുകളൊക്കെ മുറിഞ്ഞുപോയി. അങ്ങനെ മുറിഞ്ഞവരായിട്ടുള്ള അയുധ്യതഃ ത്വം നഹംസി, അയുധ്യതഃ യുദ്ധം ചെയ്യാത്തവരായിട്ടുള്ള ആളുകളെ ത്വം നഹംസി, അങ്ങ് കൊല്ലുന്നില്ല, അങ്ങ് ഹനിക്കാതെ വിട്ടതാണ്. ആ ഭീരുക്കളായിട്ട് എല്ലാ ആയുധങ്ങളും ഉപേക്ഷിച്ച് വില്ലൊടിഞ്ഞവരും രഥമുപേക്ഷിച്ചവരും മറ്റുള്ളവരെ അഭയം പ്രാപിച്ചുകൊണ്ട് ഓടുന്നവരും പിന്തിരിഞ്ഞോടുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ അവരോടുള്ള ദയ കാരണം അല്ലെങ്കിൽ യുദ്ധധർമ്മത്തെ മാനിച്ചുകൊണ്ട് അങ്ങ് അവരെയൊക്കെ വെറുതെ വിട്ടതാണ് അന്ന്. ഇനി അങ്ങനെ വിടണ്ട, ഇനി വന്നാൽ അവരുടെ പണി കഴിക്കണം എന്നൊക്കെയുള്ള സൂചനയാണ്. മുമ്പ് അങ്ങ് ഇങ്ങനെയൊക്കെ അവരെയൊക്കെ ഓടിച്ചു വിട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ കഥ അന്നേ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് സൂചന. കിം ക്ഷേമശൂരൈർവിബുധൈഃ അസംയുഗ വിഗദ്ധനൈഃ രഹോജുഷാ കിം ഹരിണ ശംഭുനാ വാ വനൗകസാ കിമിന്ദ്രേണാൽപവീര്യേണ ബ്രഹ്മണാ വാ തപസ്യതാ. കിം ക്ഷേമശൂരൈർവിബുധൈഃ അസംയുഗ വിഗദ്ധനൈഃ രഹോജുഷാ കിം ഹരിണ ശംഭുനാ വാ വനൗകസാ കിമിന്ദ്രേണാൽപവീര്യേണ ബ്രഹ്മണാ വാ തപസ്യതാ. ഇവരെ കൊണ്ടൊക്കെ എന്ത് കാര്യം എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഓരോരുത്തരെയും എടുത്തെടുത്ത് ചോദിക്കുകയാണ്. ക്ഷേമശൂരൈഃ അസംയുഗ വിഗത്തനൈഃ വിബുധൈഃ കിം. ക്ഷേമശൂരന്മാർ എന്ന് പറഞ്ഞാൽ ക്ഷേമത്തിൽ മാത്രം പരാക്രമം കാണിക്കുന്നവർ എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം കാര്യം നോക്കുന്നതിൽ, അവരുടെ സുഖങ്ങളിൽ, അവരുടെ എന്താ പറയുക സുഖഭോഗങ്ങൾ അനുഭവിക്കുക, സ്ത്രീ സുഖം അനുഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അവർ ശൂരന്മാരാണ്, പരാക്രമികളും ഗംഭീരന്മാരാണ്. പക്ഷെ യുദ്ധത്തിൽ വീരന്മാരല്ല, ശൂരന്മാരല്ല. അതാണ് ക്ഷേമശൂരൈഃ അസംയുഗ വിഗത്തനൈഃ. അസംയുഗം എന്ന് പറഞ്ഞാൽ സംയോഗമില്ലാത്ത സമയം, യുദ്ധം എന്നുള്ള ആ യുദ്ധരഹിതമായിട്ടുള്ള കാലത്ത് വികത്തനം ചെയ്യും, വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കും. യുദ്ധം വന്നു കഴിയുമ്പോൾ ഭീരുക്കളായിട്ട് ഓടും. യുദ്ധം ഇല്ലാത്തപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാവൂ എന്തൊക്കെ പറയൂര്. അങ്ങനെ വീരവാദം പറയുന്നവരും അതാണ് അസംയുഗ വികത്തനൈഃ. ആ വിബുധൈഃ വിബുധന്മാരാൽ കിം. വിബുധന്മാര് ദേവന്മാര്, അവരെ കൊണ്ട് അങ്ങയുടെ നേരെ എന്ത് ചെയ്യാൻ കഴിയും? ചാപ്പാട്ട് രാമന്മാര് എന്ന് പറയും. അതാണ് ക്ഷേമശൂരൈഃ. നല്ല സുഖമായിട്ടിരുന്ന് ചാപ്പാടടിക്കും. അല്ലാതെ അവർക്കുണ്ടോ വല്ല കായികമായിട്ടുള്ള ബലം? സുഖിച്ച് എന്താ പറയാ ഭീരുക്കളും ആരോഗ്യമില്ലാത്തവരുമായി മാറി, കൈക്കരുത്തില്ലാത്തവരായി മാറി, വെറുതെ പൊങ്ങച്ചം പറയാനൊക്കെ കൊള്ളും എന്ന് അവരെ പരിഹസിക്കുകയാണ് ദേവന്മാരെ. അവരെന്ത് ചെയ്യാനാങ്ങേ? അതുപോലെ രഹോജുഷാ ഹരിണ കിം. ഹരി ഭഗവാൻ വിഷ്ണു. രഹോജുഷം എന്ന് പറഞ്ഞാൽ രഹസ്യത്തെ ജോഷിക്കുന്നവൻ, ഏകാന്തതയെ സേവിക്കുന്നവൻ, എപ്പോഴും ഒളിഞ്ഞിരിക്കുന്നവനാണ് വിഷ്ണു എന്നാണ് അല്ലെ. എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഹിരണ്യകശിപുവും വൈകുണ്ഠത്തിൽ ചെന്നപ്പോ ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിലേക്ക് ഒളിച്ചിരുന്നവനാണ്. അപ്പൊ അങ്ങനെയുള്ള രഹസ്യത്തിൽ ഏകാന്തത്തിൽ ഒളിച്ചിരിക്കുന്നവനായ ഭീരുവായ ഹരിണാക്കിം. ആ വിഷ്ണു അങ്ങേ എന്ത് ചെയ്യാനാണ്? വിഷ്ണുവിന് ഇവരൊക്കെ കൂടെ സഹായമുള്ളപ്പോഴേ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇവരും ഭീരുക്കളായി ഓടിപ്പോയി കഴിഞ്ഞാൽ ഏകാന്തത്തിലിരിക്കുന്ന ഭീരുവായ വിഷ്ണുവിനെ കൊണ്ട് എന്ത് സാധിക്കും? രഹോജുഷ ഹരിണാക്കിം. വനൗകസ ശംഭുനാവാക്യം. വനൗകസ് എന്ന് പറഞ്ഞാൽ വനവാസി, കാട്ടിലിരിക്കുന്നവൻ, മലയുടെ മുകളിൽ കയറിയിരിക്കുന്നവൻ, ആ പ്രാകൃതനായിട്ടുള്ള അല്ലേ ആ ശംഭു മഹാദേവൻ, അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അങ്ങയുടെ നേരെ? അപ്പൊ വനൗകസ ശംഭുനാവാക്യം. ആ ശംഭുവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങയുടെ നേരെ. അതുപോലെ കിം ഇന്ദ്രേണ അല്പവീര്യേണ. അല്പവീര്യേണ ഇന്ദ്രേണ കിം. അല്പം മാത്രം പരാക്രമമുള്ള വീര്യം കുറഞ്ഞവനായിട്ടുള്ള ഇന്ദ്രനെ കൊണ്ട് എന്ത് കാര്യം, എന്ത് സാധിക്കും? അയാൾക്കും ഒന്നിനും കയ്യിലാവില്ല.
തപസ്യത ബ്രഹ്മണാ കിം, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന താടിക്കാരൻ വയസ്സനായിട്ടുള്ള ബ്രഹ്മദേവൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്കൊന്നും അങ്ങയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങാരാ മോൻ? ഇവരൊക്കെ ഇങ്ങനെയുള്ള ഭീരുക്കളും ഒന്നിനും കൊള്ളാത്തവരും ശാപ്പാട്ടുരാമന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് അങ്ങ് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല, ഇവരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ വലിയ വലിയ ആൾക്കാരെ തന്നെ എടുത്തു പറഞ്ഞു. അപ്പൊ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇത്രയും കേമന്മാരെ അങ്ങയുടെ നേരെ നിൽക്കാൻ ശക്തരല്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് ഒട്ടും വറി ചെയ്യേണ്ട. കൈമുത്തിക ന്യായം. കിം 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 എന്ന് പറയുന്നതിലൂടെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ എന്നും കൂടി. തദാപി ദേവാ സാപത്ന്യാത് നോപേക്ഷ്യായിതി മന്മഹേ തതസ്തന്മൂലഘനനേ നിയുങ്ക്ഷ്വാസ്മാൻ അനുവ്രതാൻ. തദാപി ദേവാ സാപത്ന്യാത് നോപേക്ഷ്യായിതി മന്മഹേ തതസ്തന്മൂലഘനനേ നിയുങ്ക്ഷ്വാസ്മാൻ അനുവ്രതാൻ. തദാപി, എന്നാലും അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഭീരുക്കളാണ്, ഒന്നിനും കൊള്ളാത്തവരൊക്കെയാണ് ശരി. എന്നാലും ദേവാഹ സാപത്ന്യാത് ന ഉപേക്ഷ്യാഹ, ദേവന്മാര് ശത്രുക്കളായതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടാൻ പാടുള്ളതല്ല. അവരുടെ ഉള്ളിൽ നമ്മളോട് വൈരമുണ്ട്. അതുകൊണ്ട് അവർ അവസരം കാത്തിരിക്കും. എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ അവർ നമ്മളെ ആക്രമിച്ച് ഉപദ്രവിക്കും, കൊല്ലും. അതുകൊണ്ട് അവർ ശത്രുക്കളാണ് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കാൻ പാടില്ല, ജാഗ്രത വേണം. എന്താ ചെയ്യേണ്ടത്? അപ്പൊ ന ഉപേക്ഷ ഇതി മന്മഹേ, വയം മന്മഹേ, ഞങ്ങൾ ചിന്തിക്കുന്നു, മനിക്കുന്നു. ഞങ്ങൾ കരുതുന്നത് അവരെ വെറുതെ വിട്ടാൽ പറ്റില്ല. എന്തായാലും അവർ ഭീരുക്കളൊക്കെ തന്നെയാണ്, ശക്തിയില്ലാത്തവരൊക്കെ തന്നെയാണ്. എന്നാലും ശത്രുക്കളായതുകൊണ്ട് വെറുതെ വിട്ടാൽ പറ്റില്ല. അതുകൊണ്ട് തസ്മാത് തന്മൂലഗണനെ അസ്മാൻ അനുവ്രതാൻ നിയുങ്ഷ. തന്മൂലഗണനെ, ആ ദേവന്മാരുടെയൊക്കെ മൂലം ഖനനം ചെയ്യാൻ എന്ന് വെച്ചാൽ അവരെ വേരോടെ പുഴക്കിയെടുക്കാൻ, ഉന്മൂലനം ചെയ്യാനെന്നർത്ഥം. അപ്പോ അവരെ ഉന്മൂലനം, അവരുടെ വേര് മുറിച്ചു കളയാൻ തന്നെ ആയിട്ട് അനുവ്രതാൻ അസ്മാൻ, അങ്ങയെ അനുസരിക്കുന്നവരായ അങ്ങയുടെ കിങ്കരന്മാരായ ആജ്ഞാകരന്മാരായ ഞങ്ങളെ അസ്മാൻ നിയുങ്ഷ, അങ്ങ് നിയോഗിക്കൂ. അങ്ങ് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനൊക്കെ റെഡിയാണ്. അങ്ങൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് അനുവാദം തന്നാൽ മതി. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങയ്ക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം. അതുകൊണ്ട് ഈ ദുഷ്ടന്മാരെ അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ള ദേവന്മാരെ ഒക്കെ നശിപ്പിക്കാൻ, മൂലഖനനം ചെയ്യാൻ അങ്ങ് അനുമതി നൽകൂ. ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. അതിനൊരു ദൃഷ്ടാന്തവും കൂടി പറയണു. ശത്രുക്കളെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതിന് നമ്മുടെ ഹിരണ്യകശിപുവും പ്രഹ്ലാദനെ നോക്കി പറഞ്ഞത് തന്നെയാണ്. യഥാമയോങ്കേ സമുപേക്ഷിതോ നൃഭിഃ ന ശക്യതേ രൂഢപദശ്ചികിത്സിതും യഥേന്ദ്രിയഗ്രാമ ഉപേക്ഷിതസ്തദാ റിപുർമഹാൻ ബദ്ധബലോ ന ചാല്യതേ. യഥാമയോങ്കേ സമുപേക്ഷിതോ നൃഭിർ ന ശക്യതേ രൂഢപദശ്ചികിത്സിതും യഥേന്ദ്രിയഗ്രാമ ഉപേക്ഷിതസ്തദാ റിപുർമഹാൻ ബദ്ധബലോ ന ചാല്യതേ. അപ്പൊ എപ്രകാരമാണോ യഥാ 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 എന്ന് പറയണം. യഥാ എപ്രകാരമാണോ ആമയ അംഗേ സമുപേക്ഷിത നൃഭിഃ രൂഢപദഃ ഭവതി, പിന്നെയോ ചികിത്സിതും ന ശക്യതേ. അപ്പോ അംഗേ ആമയ, അംഗേ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ആമയം, രോഗം. ഏതെങ്കിലും രോഗം നമ്മുടെ ശരീരത്തിൽ വന്നാൽ നൃഭിഃ സമുപേക്ഷിത, നരന്മാരാൽ അതിനെ അവഗണിച്ച് ഉപേക്ഷിച്ചാൽ എന്ന് വെച്ചാൽ അതിനെ പരിഗണിക്കാതിരുന്നാൽ, രോഗത്തിന് ചികിത്സ ചെയ്യാതിരുന്നാൽ, നല്ല അസുഖങ്ങൾ വന്നു, ഡോക്ടറെ ഒന്നും കണ്ടില്ല, മരുന്നൊന്നും കഴിച്ചില്ല, അത് തന്നെ മാറുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുക. അതാണ് ഉപേക്ഷ. അതിനെ കാര്യമാക്കിയില്ല. അങ്ങനെ കരുതിയാൽ രൂഢപദഃ, രൂഢപദഃ അത് അതിന്റെ പദം രൂഢമാക്കും, അതിന്റെ സ്ഥാനം ഉറപ്പിക്കും, അതിന്റെ വേരുകൾ ആഴത്തിലിറങ്ങും, അത് എല്ലായിടത്തും വ്യാപിക്കും, ശക്തി പ്രാപിക്കും.
അതാണ് രൂഢപദ. പദം രൂഢമാവുക, നല്ലോണം ആഴത്തിൽ വേരുറയ്ക്കുക, വ്യാപിക്കുക നമുക്കർത്ഥം. അതിന് സ്ഥിതി കിട്ടിക്കഴിഞ്ഞാലോ, അത് സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ചികിത്സിതും ശക്യത, ചികിത്സിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഏത് രോഗവും അത് ആരംഭത്തിൽ തന്നെ അതിനെ നശിപ്പിക്കണം. രോഗം രൂഢപദമായി കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കാൻ സാധ്യമല്ല. പല അസുഖങ്ങളും അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ പഴുപ്പുകളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ, ക്യാൻസറുകൾ, അൾസറുകൾ, ഇതൊക്കെ എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര ചികിത്സിച്ചാലും എന്തെങ്കിലുമൊക്കെ ബാക്കി കിടക്കും. അത് പിന്നീട് വളർന്നു വരും, നമ്മളറിയാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളെയും കൊണ്ടേ പോകൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് എപ്പോ അറിയുമോ അറിഞ്ഞ ഉടനെ തന്നെ അതിന് ചികിത്സ ചെയ്യണം. അതാണ്. അല്ലെങ്കിൽ രൂഢപദമായിട്ട് ശക്യതേ ചികിത്സിതും. അതുപോലെ തന്നെ യഥാ ഇന്ദ്രിയഗ്രാമ ഉപേക്ഷിത, ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയ സമൂഹം, ഉപേക്ഷിത, അതിനെ നമ്മൾ വേണ്ട പോലെ ഡിസിപ്ലിൻ ചെയ്യാതിരുന്നാൽ, ആർക്ക്? യോഗികൾക്കും സന്യാസിമാർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളെ അടക്കാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ ആ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഭരിക്കും. അതാണ്, ശത്രുക്കളെ പോലെയാവും. അതുപോലെയാണ് ശത്രുവും. റിപുഹു മഹാൻ ബദ്ധബലഃ തദാ ന ചാല്യത്തെ. റിപു, ശത്രുവും മഹാനായിട്ട് പിന്നെ അവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ബദ്ധബലഃ, നല്ല ബലം, സൈന്യമെല്ലാം ബന്ധിച്ച് എല്ലാം ഒരു കൂട്ടിക്കൊണ്ട് അവൻ വരും. ആ സമയത്ത് തദാ ന ചാല്യത, പിന്നെ അവനെ ഇളക്കാൻ പറ്റില്ല. അപ്പൊ അവൻ ശക്തി പ്രാപിക്കാൻ അനുവദിക്കരുത്. ശത്രുക്കൾ ശക്തി പ്രാപിക്കാനോ രൂഢപതരാകാനോ നമ്മളെ ഭരിക്കാനോ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് മുളയിലേ നുള്ളണം. അതാണ് ഉപദേശം. കാത്തിരിക്കാൻ പാടില്ല, ശത്രു ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ അവർ പ്രബലന്മാരായിട്ടായിരിക്കും വരിക. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന്, അല്ലെ, ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിഫൻസ്. അങ്ങോട്ട് ആക്രമിക്കുന്നതാണ്, അല്ലെ, പ്രതിരോധിക്കുന്നതിനേക്കാൾ നല്ല രീതി. പ്രതിരോധിക്കാൻ നമ്മളെല്ലാം ഒരുങ്ങി വരുമ്പോഴേക്കും കുറെ നമ്മൾ നശിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ ഉണർന്ന് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പേ ഇവിടെ നടക്കേണ്ടതൊക്കെ നടന്നു കഴിയും. ദുഷ്ടന്മാരായിട്ടുള്ള ആളുകള് അവരുടെ കാര്യങ്ങളൊക്കെ നല്ലോണം ഇപ്പൊ തന്നെ രൂഢപദങ്ങളായിട്ടുണ്ട്. ക്യാൻസർ പോലെ വേരുറച്ചിട്ടുണ്ട്. അവരുടെ മതരാഷ്ട്രം വരണം എന്നുള്ള ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ രൂഢപദമാണ് എല്ലായിടത്തും. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നൊരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പോലെയാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ, ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം, ജമ്മു കാശ്മീർ, ഇനി എല്ലായിടത്തേക്കും, തമിഴ്നാട്ടിലേക്ക് എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാൻസർ, രൂഢപദ. കാരണം നമ്മളൊക്കെ അശ്രദ്ധയോടെ വിട്ടു, അവഗണിച്ചു, ഉപേക്ഷിത ആയി. നമ്മൾ ഭൂരിപക്ഷമാണ്, നമ്മളെ എന്ത് ചെയ്യാനാണ് എന്ന മട്ടില് അവഗണനയോടെ ഇട്ടു. ഇനി എത്ര കാലം ആർക്ക് വരെ നിയന്ത്രിക്കാൻ പറ്റും അറിയില്ല. ഭയം വേണ്ട, ജാഗ്രത മതി. ജാഗ്രത, ജാഗ്രത. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മഃ സനാതനഃ തസ്യ ച ബ്രഹ്മഗോ വിപ്രാഃ തപോ യജ്ഞാഃ സദക്ഷിണാഃ. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മഃ സനാതനഃ തസ്യ ച ബ്രഹ്മഗോ വിപ്രാഃ തപോ യജ്ഞാഃ സദക്ഷിണാഃ. ദേവാനാം മൂലം വിഷ്ണുഹു ഹി. ദേവന്മാരുടെ വേര്, ദേവന്മാരാരില്ല ഉറച്ചു നിൽക്കുന്നത്, ആരുടെ ശക്തി കൊണ്ടാ നിൽക്കുന്നത്? വിഷ്ണുവിന്റെ ശക്തി കൊണ്ടാണ്. അതാണ് ദേവന്മാരുടെ മൂലം വിഷ്ണുവാകുന്നു. നിശ്ചയം ഹി സനാതനഃ ധർമ്മഃ യത്ര തസ്യ ച ബ്രഹ്മഗോ വിപ്രാഃ സദക്ഷിണാഃ തപോ യജ്ഞാഃ. അപ്പോ വിഷ്ണു നിൽക്കുന്നത് ധർമ്മത്തിലാണ്. ധർമ്മം എവിടെയാണോ, സനാതന ധർമ്മം എവിടെയുണ്ടോ അവിടെയാണ് ധർമ്മം, അല്ലേ? ധർമ്മസ്യ പ്രഭുരച്യുതഃ. അങ്ങനെ ധർമ്മം എവിടെയാണോ
അതുപോലെ ബ്രഹ്മഗോവിപ്രാഹ, ബ്രാഹ്മണർ, പശുക്കൾ, ഇവരൊക്കെ എവിടെയാണോ ഉള്ളത്? വേദം, ബ്രഹ്മശബ്ദത്തിന് വേദം, ഗോ വിപ്രന്മാര്, ബ്രാഹ്മണര്. അപ്പൊ വേദം, പശുക്കൾ, ബ്രാഹ്മണർ ഇവരൊക്കെ എവിടെയാണോ നല്ലതുപോലെ പോഷിപ്പിക്കപ്പെടുന്നത്? ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. അല്ലെ? ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് നല്ല വെളിവുള്ളവർ, നല്ല കാര്യ വിവരങ്ങളുള്ളവർ, ബ്രഹ്മജ്ഞാനമുള്ളവർ എന്നർത്ഥമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകള്. അതുപോലെ സദക്ഷിണാഹ തപോ യജ്ഞാഹ, ദക്ഷിണാപൂർവമായിട്ട് എന്ന് വെച്ചാൽ പുരോഹിതന്മാരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് വേണ്ടതുപോലെ നടത്തപ്പെടുന്ന യജ്ഞങ്ങളും തപസ്സുകളുമെല്ലാം, ഈശ്വര ആരാധനാ കർമ്മങ്ങളെല്ലാം എവിടെയാണോ ഉള്ളത് അവിടെയാണ് ആ വിഷ്ണു ഉറച്ചു നിൽക്കുന്നത്. വിഷ്ണുവിന്റെ ശക്തി ഇവരൊക്കെയാണ്. അപ്പോ ദേവന്മാരുടെ ശക്തി വിഷ്ണുവാണ്. വിഷ്ണുവിന് ശക്തി കൊടുക്കുന്നത് ഈ പറഞ്ഞ ധർമ്മവും തപസ്സും യജ്ഞങ്ങളും അതുപോലെ ഗോക്കളും വിപ്രന്മാരും വേദവുമെല്ലാമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ദേവന്മാരെ നശിപ്പിക്കാൻ വിഷ്ണുവിനെ നശിപ്പിക്കണം. ഈ വിഷ്ണു ആണെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നവനായതുകൊണ്ട് നേരിട്ടൊന്നും പിടികിട്ടൂല. അപ്പൊ പിന്നെ വിഷ്ണുവിന് പോഷണം കൊടുക്കുന്ന കാര്യങ്ങളെയൊക്കെ, സൽക്കർമ്മങ്ങളെയൊക്കെ, സജ്ജനങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോ ഈ ലോകത്തിലുള്ള നന്മകളെ മുഴുവൻ നശിപ്പിക്കാനായിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്. തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്വിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോഹവിർദുഗാഃ. തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്വിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോഹവിർദുഗാഃ. തസ്മാത്, അതുകൊണ്ട്, സർവാത്മന, നമ്മൾ എല്ലാ പ്രകാരത്തിലും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. വിത്ത് ഫുൾ കമ്മിറ്റ്മെന്റ് എന്നർത്ഥം. എല്ലാ ശ്രദ്ധയോടും കൂടെ പ്രയത്നപൂർവം, ഹേ രാജൻ, അല്ലയോ ഭോജരാജാവേ കംസ, ബ്രഹ്മവാദിനഃ ബ്രാഹ്മണാൻ തപസ്വിനഃ യജ്ഞശീലാൻ ഹവിർദുഗാഃ ഗാഃ ഹന്മഃ. ഹന്മഃ എന്നാൽ വയം ഹന്മഃ, നമ്മൾക്ക് ഹനിക്കാം, ഞങ്ങൾ ഹനിക്കാം, ഞങ്ങൾ കൊന്നുകളയാം. അങ്ങയുടെ ആജ്ഞയുണ്ടെങ്കിൽ ഭൃത്യന്മാരായി ഞങ്ങളത് സാധിക്കാം. അപ്പൊ ആരെയൊക്കെ? ബ്രഹ്മവാദിനഃ ബ്രാഹ്മണാൻ. വേദം ഭഗവാന്റെ മൂലമാണ് എന്ന് പറഞ്ഞു, ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ വേദത്തെ നശിപ്പിക്കാൻ വേദം പറയുന്ന ബ്രാഹ്മണരെ നശിപ്പിക്കുക, ബ്രാഹ്മണരെ, വേദമറിയുന്നവരെ ഉന്മൂലനം ചെയ്യുക. അതാണ് ബ്രഹ്മവാദിനഃ ബ്രാഹ്മണൻ. ഇനി തപസ്വികളെ നശിപ്പിക്കുക, യജ്ഞശീലന്മാരായിട്ടുള്ള ആളുകളെ, പുരോഹിതന്മാരെയൊക്കെ നശിപ്പിക്കുക. യജ്ഞശീലാൻ ഹവിർദുഗാഃ ഗാഃ, യാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹവിസ്സിനെ ദോഹനം ചെയ്യുന്ന, ചുരന്നുകൊടുക്കുന്ന പശുക്കളെയും കൊന്നുകളയാം. അപ്പൊ പശുക്കള്, ബ്രാഹ്മണര്, തപസ്വികള്, പൂജകൾ ചെയ്യുന്നവര്, അങ്ങനെ ഏതൊക്കെ സൽക്കർമ്മങ്ങൾ ആരൊക്കെ ചെയ്യുന്നുവോ, സൽക്കർമ്മങ്ങൾക്ക് ആരൊക്കെ സഹായം ചെയ്യുന്നുവോ അവരെയൊക്കെ നമുക്ക് ഹനിച്ചു കളയാം, ഉന്മൂലനം ചെയ്യാം, നല്ലതിനെ എല്ലാം നശിപ്പിക്കാം. അപ്പൊ വിഷ്ണു ദുർബലനാവും. വിഷ്ണുവിന് ബലം കൊടുക്കുന്ന, പോഷണം കൊടുക്കുന്ന ഇവരൊക്കെ നശിച്ചാൽ വിഷ്ണു സ്വയം നിലനിൽപ്പില്ലാത്തവനാവും. വിഷ്ണു ക്ഷയിച്ചാലോ ദേവന്മാരെയും നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. അപ്പൊ ഇങ്ങനെ എല്ലാറ്റിനും മൂലമായിരിക്കുന്നത് സനാതനധർമ്മമാണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പ്, സജ്ജനങ്ങളുടെയൊക്കെ നിലനിൽപ്പ് ഈ പറഞ്ഞ ധർമ്മം ആചരിക്കുന്ന ആളുകളിലാണ്. അപ്പൊ ഈ എന്താ പറയുക, ധർമ്മത്തെ നശിപ്പിക്കാമെന്നാണ് ഇവരെല്ലാം കൂടി തീരുമാനിക്കുന്നത്. വിപ്രാഗാവശ്ച വേദാശ്ച തപസ്സത്യം ധമശമഃ ശ്രദ്ധാ ദയാ തിതിക്ഷാ ച ക്രതവശ്ച ഹരേസ്തനുഃ. വിപ്രാഗാവശ്ച വേദാശ്ച തപസ്സത്യം ധമശമഃ ശ്രദ്ധാ ദയാ തിതിക്ഷാ ച ക്രതവശ്ച ഹരേസ്തനുഃ. ഇതെല്ലാം ഹരേഹേ തനൂഹു, ഹരിയുടെ മൂർത്തികളാകുന്നു. ഹരിയുടെ ശരീരം അല്ലെങ്കിൽ ഹരിയുടെ മൂർത്തികളാകുന്നു ഇവരെല്ലാം. എന്ന് പറഞ്ഞാൽ ഹരി സത്വഗുണമൂർത്തിയാണ്. ഈ ലോകത്തിൽ സത്വഗുണം ഉണ്ടെങ്കിലേ സ്ഥിതിയുള്ളൂ. അപ്പൊ സത്വഗുണം പാലിക്കുന്ന ആളുകളൊക്കെയാണിത്. വിശ്വമൂർത്തിയായ വിഷ്ണുവിന്റെ
ആ സത്വഗുണം ആരിലൊക്കെയാണോ പ്രകടമായിരിക്കുന്ന അവരുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞത്. വിപ്രാഹ ഗാവഹ വേദാഹ തപഃ സത്യം ദമഃ ശമഃ ശ്രദ്ധ ദയാ തിതിക്ഷ ക്രതവഃ. ഇതൊക്കെ ലോക നിലനിൽപ്പിന് കെട്ടുറപ്പ് കൊടുക്കുന്ന സത്വഗുണം എന്ന സിമന്റാണ് അല്ലേ? ഈ ലോകമാകുന്ന കെട്ടിടം നിലനിൽക്കാനുള്ള സിമന്റ്. എല്ലാറ്റിനെയും നല്ലോണം പിടിച്ചു നിർത്തുന്ന ശക്തിയാണ് സത്വഗുണം. ആ സത്വഗുണമാണ് വിപ്രന്മാരിലുള്ളത്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനികളായിരിക്കുന്നവർ. ഗാവഹ പശുക്കൾ എന്ന് പറഞ്ഞാലും സത്വഗുണപ്രധാനമായിട്ടുള്ള ജന്തുക്കളാണ്. വേദാഹ വേദങ്ങൾ നല്ല വെളിച്ചം നൽകുന്നവയാണ്. ലോകത്തിന് അറിവ് കൊടുത്ത് എല്ലാവരുടെ ബുദ്ധിക്കും വെളിവ് കൊടുക്കുന്നതാണ്. അതും സത്വഗുണപ്രധാനമാണ്. തപസ് ആളുകൾ അനുഷ്ഠിക്കുന്ന സ്വധർമാനുഷ്ഠാനം, ഓരോരുത്തരും ചെയ്യുന്ന സ്വധർമാനുഷ്ഠാനം തപസ്സാണ്. സത്യം ഒരു പരിപാലിക്കുന്ന സത്യം, വാക്കുകൊണ്ടും എല്ലാം കൊണ്ടും പരിപാലിക്കപ്പെടുന്ന സത്യം. ദമഃ ഇന്ദ്രിയ നിയന്ത്രണം, ശമഃ മനോനിയന്ത്രണം, ശ്രദ്ധ ഗുരുവാക്യങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെയുള്ള സത്യബുദ്ധി, ദയ എല്ലാവരോടുള്ളതായിട്ടുള്ള കമ്പാഷൻ കാരുണ്യം, തിതിക്ഷ ക്ഷമിക്കാനുള്ളതായിട്ടുള്ള സാമർഥ്യം, നല്ല ശക്തി, നിസാര കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കാനുള്ള കഴിവാണ് തിതിക്ഷ. അതുപോലെ ക്രതവഃ ക്രതുക്കൾ യാഗങ്ങൾ, ഈശ്വരാരാധനാപരമായിട്ടുള്ള ത്യാഗത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള യാഗങ്ങൾ. ഇതൊക്കെ ലോകത്തില് സത്വഗുണത്തെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സത്വഗുണത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. അതാണ് ഹരേഹേ തനൂഹു എന്ന് പറയുന്നത്. ഭഗവാൻ വിഷ്ണുവിന്റെ മൂർത്തികളാണ്, ശരീരങ്ങളാണ്, മാനിഫെസ്റ്റേഷനാണ്. ശരീരമില്ലാതെ വിഷ്ണുവിന് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിനെയൊക്കെ നശിപ്പിച്ചാൽ രഹസ്യമായി ഇതിലൊക്കെ വ്യാപിച്ചു നിൽക്കുന്ന ചൈതന്യമായ വിഷ്ണുവിന് എന്താ പറയുക, ബേസ് ഇല്ലാതാവും, അടിത്തറ ഇല്ലാതെയാവും. അയാൾ എവിടെ നിൽക്കും? അയാൾ ഒരു പ്രേതം പോലെ നിന്നോട്ടെ, നമുക്ക് ഉപദ്രവമൊന്നുമില്ല. അപ്പൊ വിഷ്ണുവിന്റെ പ്രകടഭാവങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കുന്ന ഇതിനെയൊക്കെ നശിപ്പിക്കേണ്ടതാണ്. അപ്പൊ വിനാശകാലേ വിപരീത ബുദ്ധി അല്ലെ? ഇതിനെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ നോക്കിയിരിക്കുവോ? ഭഗവാന്റെ ശരീരത്തെ കുത്തി നോവിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ഭഗവാൻ എത്ര നേരം സഹിച്ചുകൊണ്ടിരിക്കും? അപ്പൊ ഭഗവാൻ തിരിച്ചടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ പ്രേരിപ്പിക്കാൻ പറയുന്ന അല്ലെ കോവിദന്മാരല്ലാത്ത മന്ത്രിമാരുടെ ഉപദേശം. സഹി സർവസുരാധ്യക്ഷോ ഹി അസുരദ്വിഗ്ഗുഹാശയഃ തന്മൂലാ ദേവതാ സർവാഃ സേശ്വരാ സ ചതുർമുഖാഃ അയം വൈ തദ്വധോപായോ യത് ഋഷീണാം വിഹിംസനം. സഹി സർവസുരാധ്യക്ഷോ ഹി അസുരദ്വിഗ്ഗുഹാശയഃ തന്മൂലാ ദേവതാ സർവാ സേശ്വരാ സ ചതുർമുഖാഃ അയം വൈ തദ്വധോപായോ യത് ഋഷീണാം വിഹിംസനം. അപ്പോ ഹി സഹ ഹി അസുരദ്വിഗ് സർവസുരാധ്യക്ഷ, അത് അവൻ തന്നെയാണ്. ആരാ? ആ വിഷ്ണു തന്നെയാണ് അസുരദ്വിട്ട്, അസുരന്മാരെ ദ്വേഷിക്കുന്നവൻ, ദ്രോഹിക്കുന്നവൻ, അസുരന്മാരെ നശിപ്പിക്കുന്നവൻ ഈ വിഷ്ണുവാണ്. അവൻ സർവസുര അധ്യക്ഷ, എല്ലാ ദേവന്മാരുടെയും അധിപതിയാണ്. എല്ലാവർക്കും മുകളിലാണ് അവന്റെ സ്ഥാനം. എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അവനാണ്. സർവസുരാധ്യക്ഷ. അപ്പൊ സേശ്വരാഹ സ ചതുർമുഖാഹ സർവാഹ ദേവതാഹ തന്മൂലാഹ. സേശ്വരാഹ ദേവാഹ അല്ലെങ്കിൽ സ ചതുർമുഖാഹ സർവാഹ ദേവതാഹ. സേശ്വരാഹ എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരോടുകൂടി. ഇവിടെ ഈശ്വര ശബ്ദത്തിന് മഹാദേവൻ എന്നും എടുക്കാം. ഓരോ ദേവസമൂഹത്തിന്റെയും ഈശ്വരന്മാര്, നേതാക്കന്മാര്, ഇന്ദ്രാദി ദേവന്മാര്. അപ്പൊ ഈശ്വരന്മാരോടുകൂടിയ സർവാദേവതാഹ, എല്ലാ ദേവതകളും. സ ചതുർമുഖാഹ, ബ്രഹ്മദേവനോടുകൂടി എന്നർത്ഥം. ബ്രഹ്മദേവനോടുകൂടി അവരവരുടെ ദിക്പാലകന്മാരാകുന്ന ദേവന്മാരോടും നായകന്മാരോടും കൂടിയ സകല ദേവതകളും. തന്മൂലാഹ, അവനാകുന്ന മൂലത്തോടുകൂടിയവരാകുന്നു. അവനാണ് ഇവർക്കൊക്കെ പോഷണം കൊടുക്കുന്ന മൂലം. ഒരു വൃക്ഷത്തിന് പോഷണം എവിടുന്നാ കിട്ടുക? അതിന്റെ വേരിൽ നിന്നാണ്. വേരാണ് എല്ലാ
വെള്ളവും വളവങ്ങളും വലിച്ചെടുത്ത് ഈ വൃക്ഷത്തെ പോഷിപ്പിക്കുക. അപ്പൊ ഈ ദേവന്മാരാകുന്ന വൃക്ഷങ്ങളെ, ശാഖകളെ, കാണ്ഡങ്ങളെ, അല്ലെ, ബ്രഹ്മാവും മഹാദേവനും ഒക്കെ അതിലുള്ള വലിയ വലിയ കാണ്ഡങ്ങളാണ്, അതിലെ ശാഖകളാണ് ഈ എന്താ പറയുക, ദേവേന്ദ്രൻ മുതലായിട്ടുള്ള പ്രമുഖന്മാര്, അതിലെ ഇലകളും പുഷ്പങ്ങളും പഴങ്ങളുമാണ് മറ്റ് ദേവന്മാരെല്ലാവരും. അപ്പൊ ഇങ്ങനെ വലിയൊരു ദേവതാവൃക്ഷം എന്ന് സങ്കല്പിക്കുമ്പോൾ അതിന്റെ വേര് വിഷ്ണുവാണ്. എന്നാൽ വേര് രഹസ്യമായിട്ട് മറിഞ്ഞിരിക്കുന്നു. അപ്പൊ ആദ്യം വൃക്ഷത്തെ നശിപ്പിക്കുക, എന്നിട്ട് പിന്നെ വേര് നമുക്ക് തോണ്ടിയെടുക്കാം. അല്ലെ, പല വൃക്ഷങ്ങളും വെട്ടിക്കളഞ്ഞാൽ വേര് തന്നെ ഉണങ്ങിപ്പോകും, കാണാം. അപ്പൊ ഇവിടെ തന്മൂലാഹ ഗുഹാശയ, അവൻ എല്ലായിടത്തും മറഞ്ഞിരിക്കുന്നവനാ, ഒളിഞ്ഞിരിക്കുന്നവനാ, ഗുഹയിൽ ശയിക്കുന്നവൻ, അന്തര്യാമിയായിട്ടിരിക്കുന്നു. അവനെ പിടികിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രത്യക്ഷമായി കിട്ടുന്നതിനെയൊക്കെ നശിപ്പിക്കാം. അതിൽ പ്രമുഖരാണ് ഋഷീണാം വിഹിംസനം യത് തദ്വദോപായ അയം വൈ. ഋഷീണാം വിഹിംസനം, ഋഷിമാരെ ഹിംസിക്കുക, വധിക്കുക. നല്ല മഹാത്മാക്കളായിട്ടുള്ള താപസന്മാരെയൊക്കെ വധിച്ചു കളഞ്ഞാൽ തദ്വദോപായ, അത് അവര് മരിച്ചാൽ, അവരെ നശിപ്പിച്ചാൽ അവനും തന്നെ നശിക്കും. അല്ലെങ്കിൽ അവരെ വധിക്കുമ്പോൾ അവൻ തടയാനായിട്ട് വരും. അവൻ ഒളിഞ്ഞിരിക്കുന്നവൻ പുറത്തേക്ക് വരും. അല്ലെ, മാളത്തിൽ കുത്തി നോവിക്കുക, അപ്പൊ പുറത്തേക്ക് ചാടും. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞ പോലെ പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് ശരിയാക്കാം. ഈ മറഞ്ഞിരിക്കുന്നവനെ പുറത്തു കൊണ്ടുവരാനുള്ള വഴി അവനെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഉപദ്രവിക്കുക. അതാണ് അയം വൈ തദ്വദോപായ. അവനെ വധിക്കാനുള്ള ഉപായം ഇതാകുന്നു. ഇങ്ങനെ ദുർബുദ്ധികളായിട്ടുള്ള, മന്ദബുദ്ധികളായിട്ടുള്ള, ദുഷ്ടന്മാരായിട്ടുള്ള ഈ അസുരന്മാരെല്ലാവരും കൂടെ കംസനെ ബ്രെയിൻ വാഷ് ചെയ്തു. നല്ലവനായിരുന്നു കുറച്ചു നേരത്തേക്ക്, പക്ഷെ ഈ ദുസ്സംഗം കൊണ്ട് പെട്ടെന്ന് ദുഷ്ടനായി മാറി. അങ്ങനെ കംസന്റെ സ്വഭാവത മാറി പ്രകടിപ്പിക്കുന്നു. ശ്രീശുക ഉവാച ഏവം ദുർമന്ത്രിഭിഃ കംസഃ സഹ സമ്മന്ത്ര്യ ദുർമതിഃ ബ്രഹ്മഹിംസാം ഹിതം മേനേ കാലപാശാവൃതോ അസുരഃ. ശ്രീശുക ഉവാച ഏവം ദുർമന്ത്രിഭിഃ കംസഃ സഹ സമ്മന്ത്ര്യ ദുർമതിഃ ബ്രഹ്മഹിംസാ ഹിതം മേനേ കാലപാശാവൃതോ അസുരഃ. ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു. ഇത്ര നേരം ഈ അസുരന്മാരുടെ വാക്കുകളായിരുന്നു. ഇനി സുഖബ്രഹ്മർഷി പറയുന്നു പരീക്ഷത്തിനോട്, ഏവം ഇപ്രകാരം ദുർമന്ത്രിഭിഃ കംസഃ ദുർമതിഃ സഹ സമ്മന്ത്ര്യ. അപ്പൊ ദുർമതിഃ കംസഃ, ദുഷ്ടബുദ്ധിയായ കംസൻ. ഓൾറെഡി ഉള്ളില് മാലിന്യമുണ്ട്, അതിനെ ഇവയൊക്കെ ഒന്ന് ഇളക്കി, ഉള്ളിലുള്ള കഷായത്തൊക്കെ ഒന്ന് ഇളക്കി എന്നർത്ഥം. ഉള്ളിൽ ശുദ്ധമായിരുന്നെങ്കിൽ എത്ര ഇളക്കിയാലും ഇളകില്ല. ഇത് ഉള്ളിൽ നിറയെ കഷായം അടിഞ്ഞു കിടപ്പുണ്ട്. ആ ചെളിയൊക്കെ പിടിച്ച് ഇളക്കി ആരെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ദുർമതിഃ കംസഃ ഏവം ദുർമന്ത്രിഭിഃ സഹ സമ്മന്ത്ര്യ. ദുർമന്ത്രികളോട് കൂടി ആലോചിച്ച്, സമ്മന്ത്ര്യ എന്ന് പറഞ്ഞാൽ മന്ത്രണം ചെയ്ത്, ആലോചന ചെയ്ത് തീരുമാനമെടുത്തു. എന്താ? ബ്രഹ്മഹിംസാം ഹിതം മേനേ. അതെ, ബ്രാഹ്മണരെ, വേദങ്ങളെ, ഋഷീശ്വരന്മാരെ, എന്താ പറയുക, സത്കർമ്മങ്ങൾ, യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഇതൊക്കെ നശിപ്പിക്കുന്നതാണ് ഹിതം, തനിക്ക് തന്റെ നന്മയ്ക്ക് നല്ലത് എന്ന് മേനെ മനിച്ചു, കരുതി എന്നർത്ഥം. എന്തുകൊണ്ട്? വിനാശകാലേ വിപരീത ബുദ്ധി. അതാണ് കാലപാശ ആവൃത അസുര. അസുരൻ സ്വഭാവേന അസുര. നല്ലതൊന്നും തോന്നില്ലല്ലോ. ഇന്ദ്രിയ ബഹിർമുഖനാണ്, ദേഹാഭിമാനിയാണ്, സ്വാർത്ഥനാണ്, ദുഷ്ടനാണ്. ആ അസുര സ്വഭാവം കൊണ്ടും കാലപാശ ആവൃത, ആ കാലന്റെ, യമന്റെ പാശം കൊണ്ട് ആവൃതനായി, ചുറ്റപ്പെട്ടവനായി, അടുത്തു, മരണം അടുത്തു എന്നർത്ഥം. ഈ പ്രവൃത്തികളെ കൊണ്ട്, സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നത് കൊണ്ട്, ബ്രാഹ്മണരെയും ഗോക്കളെയും യാഗങ്ങളെയും തപസ്സിനെയും താപസന്മാരെയും എല്ലാം ഉപദ്രവിക്കുന്നത് കൊണ്ട് അയാളുടെ കാലപാശം വേഗം ആയിക്കഴിഞ്ഞു, സമയമായി കഴിഞ്ഞു. അപ്പൊ കാലപാശാവൃത. ഇനി അധികം താമസമില്ല, ഒരു 11 കൊല്ലം കൂടി, അല്ലേ? അതുവരെയൊക്കെയാണ് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുന്നത്. സന്ദിശ്യ സാധുലോകസ്യ കഥനേ കഥനപ്രിയാൻ കാമരൂപധരാൻ ദിക്ഷു
ദാനവാൻ ഗൃഹമാവിശത്. സന്ദിശ്യ സാധുലോകസ്യ കഥനേ കഥനപ്രിയാൻ കാമരൂപതരാൻ ദിക്ഷു ദാനവാൻ ഗൃഹമാവിശത്. അങ്ങനെ കംസൻ എന്ത് ചെയ്തു? ആ സാധുലോകസ്യ കഥനേ കഥനപ്രിയാൻ കാമരൂപാൻ ദാനവാൻ ദിക്ഷു സന്ദിശ്യ. ദിക്ഷു സന്ദിശ്യ, ദിക്കുകളിലേക്ക് ആജ്ഞ കൊടുത്ത് അയച്ച്, സന്ദിശ്യ സമ്യക്കായി ആദേശം കൊടുത്ത് നിർദ്ദേശം കൊടുത്ത് ദിക്കുകളിലേക്ക് അയച്ചു. ആരെ? കഥനപ്രിയ, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതിൽ സന്തോഷം ഉള്ളവർ, സാഡിസ്റ്റുകൾ. അസുരന്മാരുടെ സ്വഭാവം തന്നെയാണ് മറ്റുള്ളവരുടെ ദുഃഖം കാണുന്നത് അവർക്ക് സുഖമുള്ള കാര്യമാണ്. അതാണ് അത് പ്രിയമായിട്ടാണ്, കഥനപ്രിയന്മാരാണ്. കാമരൂപധരാൻ എന്ന് പറഞ്ഞാലോ അവർക്ക് ഇഷ്ടം പോലെ ശരീരം മാറാൻ കഴിയും, ഏത് രൂപം വേണമെങ്കിൽ ധരിക്കാം. അതാണ് നമ്മളെ പൂതന ബാലകാദിനി രാക്ഷസിയാണെങ്കിലും വരുന്നത് നല്ല ലളിതയായിട്ട് സുന്ദരിയായിട്ടാണ്. അതുപോലെ ഓരോരുത്തരും തൃണാവർത്തനും ശകടാസുരനും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള രൂപം ധരിച്ചാ വരുന്നത്. അപ്പൊ അങ്ങനെ കാമരൂപധരാൻ, ഇഷ്ടമുള്ള രൂപങ്ങളെ ധരിക്കാൻ കഴിവുള്ള ദാനവാൻ, ആ ദാനവന്മാരെ ദിക്ഷു സന്ദിശ്യ ദിക്കുകളിലേക്ക് അയച്ചിട്ട്, എന്തിന്? സാധുലോകസ്യ കഥനെ, മര്യാദയ്ക്ക് നടക്കുന്ന ലോകരെ കഥനം ചെയ്യുവാൻ, അവരെ പീഡിപ്പിക്കുവാനായിക്കൊണ്ട് നിർദ്ദേശിച്ച് സ്വയം ഗൃഹം ആവിശത്. അദ്ദേഹം ആ മന്ത്രിസഭ പിരിച്ചുവിട്ട്, നിങ്ങളൊക്കെ നിങ്ങളുടെ പണികൾ നോക്കിക്കോളൂ, ഞാൻ ഫ്രീ ഹാൻഡ് തന്നിരിക്കണു, യു ക്യാൻ ഡു വാട്ട് എവർ യു ലൈക്ക്. അല്ലെങ്കിലേ ദുഷ്ടന്മാര് ഇപ്പൊ അവർക്ക് ലൈസൻസും കൊടുത്തു, എന്ത് തോന്നിയവാസവും കാണിക്കാൻ. അപ്പൊ ഇനിയിപ്പോ അവർക്ക് ഒരു ഭയവും ഒരു അറപ്പും കൂടാതെ അവർക്കിഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്യാം. അവരുടെ കഥനപ്രിയന്മാരായിട്ടുള്ള അവരുടെ സ്വഭാവം നന്നായിട്ട് പ്രകടിപ്പിക്കാം. അങ്ങനെ അവരെ കയറൂരി വിട്ട് കംസൻ ഗൃഹമാവിശത്, തന്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. തേ വൈരജഃ പ്രകൃതയഃ തമസാ മൂഢചേതസഃ സതാം വിദ്വേഷം ആചേരുഹു ആരാത് ആഗതമൃത്യവഃ. തേ വൈരജഃ പ്രകൃതയഃ തമസാ മൂഢചേതസഃ സതാം വിദ്വേഷമാചേരുഹു ആരാദാഗതമൃത്യവഃ. തേ വൈ രജപ്രകൃതയഃ, അവര് പ്രകൃത്യാ തന്നെ രജോഗുണം എന്ന് പറഞ്ഞാൽ തന്നെ ആസക്തി കൂടിയവരാണ്. രജോ രാഗാത്മകം, എപ്പോഴും കലങ്ങി മറിയുന്ന വിക്ഷുബ്ധമായ അസ്വസ്ഥമായ മനസ്സോട് കൂടിയവരും എല്ലാറ്റിലും കൊതിയുള്ളവരും പെട്ടെന്ന് കാമക്രോധങ്ങളൊക്കെ പ്രകടമാവുന്നവരും ഒക്കെയാണ്. അതാണ് രജോ ഗുണം. അപ്പൊ അങ്ങനെ രജപ്രകൃതയ പ്രകൃത്യാ രജോ ഗുണാഹ തമസാ മൂഢചേതസക, തമസും നല്ലോണം വർദ്ധിച്ചവരാണ്. അവരുടെ ചേതസ്, അവരുടെ ബുദ്ധി മോഹിതമായിട്ടുണ്ട്, ഡെല്യൂഡഡ്. അപ്പോ ഒന്നും വേണ്ടതൊന്നും കാണാൻ കഴിവില്ലാത്ത വിവേകം നഷ്ടപ്പെട്ടവരായ ഈ ക്ഷോഭിതരായിട്ടുള്ള ഈ അസുരന്മാര് സതാം വിദ്വേഷം ആചേരുഹു, സതാം സജ്ജനാനാം സാധൂനാം, അല്ലെ, പശുക്കൾക്കും ബ്രാഹ്മണർക്കും സജ്ജനങ്ങൾക്കും ഋഷീശ്വരന്മാർക്കും എല്ലാവർക്കും വിദ്വേഷം, അവരുടെ നേരെയുള്ള വിദ്വേഷത്തെ ആചേരുഹു ആചരിച്ചു. ആസമന്താത് ചേരു, നന്നായി പ്രവർത്തിച്ചു എന്നർത്ഥം. ഇവരെ ഉന്മൂലനം ചെയ്യാൻ, സജ്ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട്, അല്ലെ, രാജാവിനോട് വളരെ കൂറുള്ളവരാണ്, ആരാരാ മേലെ എന്ന് തെളിയിച്ചുകൊണ്ട് അവര് സജ്ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്താ കാരണം അവർക്ക് അങ്ങനെയൊക്കെ തോന്നാൻ? ആരാണോ എത്രത്തോളം ക്രൂരന്മാരാവുന്നത് അവർക്ക് മൃത്യു ഇമ്മീഡിയറ്റ് അടുത്തെത്തും. അതാണ് ആരാത് ആഗത മൃത്യവ. ആരാത് എന്ന് പറഞ്ഞാൽ താമസിയാതെ, സമീപത്തിൽ എന്നൊക്കെ അർത്ഥം. ദൂരെയല്ലാതെ സമീപത്തിൽ ആഗതമായ മൃത്യുവോട് കൂടിയവർ, മരണം ആസന്നമായിട്ടുള്ളവർ, അവരുടെയും നാശമടുത്തു. അവർ ഭഗവാന്റെ കൈകൊണ്ട് വിവിധ രൂപത്തിൽ ചെന്ന് മരിക്കാൻ പോവാണ്. ഈയാമ്പാറ്റകൾ അഗ്നിയിൽ ചെന്ന് ചാടും പോലെ. അപ്പൊ എന്തായാലും അവരുടെ മരണം സമയമായിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുള്ളൂ. ഈ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യാനും അവസാനം ഭഗവാന്റെ അടുത്ത് ചെല്ലാനും ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാനുമായിട്ടുള്ള സമയമായി. അതാണ് ആരാത് ആഗത മൃത്യവഃ. വിദ്വേഷം ആചേരുഹു, വിദ്വേഷത്തെ ആചരിച്ചു. ആയുശ്രിയം യശോധർമ്മം ലോകാൻ ആശിഷയേവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ.
ആയുശ്രിയം യശോധർമ്മം ലോകാൻ ആശിഷയേവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. മഹദതിക്രമഃ, മഹാജനങ്ങളെ സജ്ജനങ്ങളെ ഉപദ്രവിച്ചാൽ, അവരുടെ നേരെ അതിക്രമം കാണിച്ചാൽ, പുംസഃ സർവാണി ശ്രേയാംസി ഹന്തി, ആ പുരുഷന്റെ എല്ലാ ശ്രേയസ്സുകളും അത് നശിപ്പിക്കും. സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വശ്രേയസ്സും എല്ലാം പെട്ടെന്ന് നശിച്ചു പോകും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് വിവരമുള്ളവരൊന്നും സജ്ജനങ്ങളാണെന്ന് സംശയമുള്ളവരെ പോലെ ഉപദ്രവിക്കരുത്. അല്ലെ, സജ്ജനങ്ങൾ ആവാതിരിക്കാം തൽക്കാലം. ഇപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ അറിവിൽ അവർ സജ്ജനങ്ങളാണ്. ശരി, അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക. അല്ലാത്തവരെ ഉപദ്രവിക്കാൻ പോണ്ട. ആരെ ഉപദ്രവിച്ചാലും അപകടം തന്നെയാണ്. സജ്ജനങ്ങളെ ഒട്ടും ഉപദ്രവിക്കാതിരിക്കുക. മഹദതിക്രമഃ പുംസഃ സർവാണി ശ്രേയാംസി ഹന്തി. മഹദതിക്രമം ഒരു പുരുഷന്റെ സകല ശ്രേയസ്സുകളെയും നശിപ്പിച്ചു കളയും. എല്ലാ ശ്രീയും എല്ലാ ഐശ്വര്യവും അവന്റെ നശിച്ചു പോകും. അവന് മരണം വേഗം വന്നു ചേരും. അതാണ് ഇവിടെ ആയുഹു ശ്രിയം യശഃ ധർമ്മം ലോകാൻ ആശിഷഃ ഏവച്ച, ഇങ്ങനെ ഇപ്രകാരം. അപ്പൊ അവന്റെ ആയുസ്സിനെ ഹന്തി, അവന്റെ ആയുസ് കുറയും, അകാല മൃത്യു വന്നു ചേരും, ഉടനെ മരണം ഉണ്ടാവും. ശ്രിയം, അവന്റെ സമ്പത്ത് ഐശ്വര്യം എല്ലാം പോകും. യശഃ, അവന്റെ കീർത്തി പോകും. അവന്റെ ധർമ്മം, അവന്റെ നിലനിൽപ്പ് അപകടത്തിലാവും. ലോകാൻ, അവന് ലഭിക്കാവുന്നതായിട്ടുള്ള ഊർധ്വ ലോകങ്ങള്, സ്വർഗാദി ലോകങ്ങളൊക്കെ നശിച്ചു പോകും. ഈ ലോകത്തിലും അവന് യാതൊരു സ്ഥാനവുമില്ലാതെയാകും. ആശിഷഃ, അവന്റെ എല്ലാ ആശിസ്സുകളും അവന്റെ ആഗ്രഹങ്ങളും എല്ലാം നശിച്ചു പോകും. അവൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു ഒന്നും നടക്കില്ല എന്നർത്ഥം. അപ്പോ അതുകൊണ്ട് മഹദതിക്രമം എന്നുള്ളത് വലിയൊരു പാപമാണ്. അവന്റെ എല്ലാം സർവനാശം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് മഹാത്മാക്കളെ അതിക്രമിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക എന്നും കൂടെ ഇവിടെ ഒരു സൂചന. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഹരിയോമിതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ കൃഷ്ണജന്മ പ്രകരണേ കംസോദ്യമ നിരൂപണം നാമ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പോൾ ഓരോ അധ്യായങ്ങളും കഴിയുമ്പോൾ ആ അധ്യായം നിങ്ങൾ വീണ്ടും വീണ്ടും പാരായണം ചെയ്യുക. പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പഴയ വീഡിയോകൾ വീണ്ടും വീണ്ടും കേൾക്കുക. എവിടെയാണ് തെറ്റുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നന്നായിട്ട് പാരായണം ചെയ്യുക. ആ പാരായണം ചെയ്യുമ്പോൾ ഈ അർത്ഥവും മനസ്സിൽ ഓടി വരട്ടെ. ഇപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് അർത്ഥം വേഗം വേഗം വരും. കുറേ ദിവസം കഴിഞ്ഞിട്ട് വായിച്ചാൽ അർത്ഥമൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ കേട്ട് കേട്ട് അർത്ഥങ്ങൾ ഭാവന സ്വയം ചെയ്ത് അത് ഉറപ്പിക്കുക. അപ്പൊ തെറ്റില്ലാതെ വായിക്കാനാവും. ഈ ഇതുമായിട്ട് ഓരോ അധ്യായങ്ങളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ വായിക്കുമ്പോൾ വിഷമം തോന്നില്ല, ഒരു ഫ്ലുവൻസി വന്നു ചേരും. ഹരിയോ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ ഇവിടെ ഉണ്ടെങ്കിൽ കാണാം. നോക്കട്ടെ, മിക്കവാറും ഉണ്ടാവും. ഹരിയോ. ഹരിയോം ഹരിയോം. നാരായണ.